സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വേഗത്തിൽ ഇന്ന് രാത്രിയിലും അല്പനേരം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാളെ രാവിലെ നമുക്ക് 11 മണിക്ക് നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. ബൈബിൾ കോളേജിൻ്റെ ക്ലാസ് ഉണ്ട് നാളെ രാവിലെ. എനിക്ക് തോന്നുന്നു മറ്റന്നാളും വേണമെന്ന് നമുക്ക് വയ്ക്കാമെന്ന് തോന്നുന്നു. ചൊവ്വയും ബുധനാണ് വയ്ക്കാറ്. പക്ഷേ ഇന്ന് പാസ്റ്റേഴ്സ് യോഗ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. എനിക്ക് കുറേ കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ പഠിപ്പിക്കാനുണ്ട്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ കാതലായ കുറേ കാര്യങ്ങൾ കിടക്കുകയാണ്. നമ്മളത് പലപ്പോഴും പല കാരണങ്ങളാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് തടസ്സങ്ങൾ വരുന്നതുകൊണ്ട് അത് തട്ടി പോവുകയാണ്. വ്യാഴാഴ്ച നമുക്ക് വടക്കേ ഇന്ത്യയിലുള്ള പാസ്റ്റേഴ്സിനോട് ഒരുമിച്ച് മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ പറ്റുന്നവരൊക്കെ വ്യാഴാഴ്ചത്തെ പകൽ മീറ്റിങ്ങിന് വരണം കേട്ടോ. വലിയ പ്രയാസങ്ങളും പീഡകളും നടക്കുക വടക്കേ ഇന്ത്യയിൽ. എനിക്ക് നല്ല തിരക്കാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ കൂടെ ഇരിക്കാൻ കാരണം നമുക്ക് വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും പ്രയാസങ്ങളാണ് വടക്കേ ഇന്ത്യ നടക്കുന്നത്. നമ്മൾ ചെന്ന സ്ഥലങ്ങളിൽ ഞാൻ വിസിറ്റ് ചെയ്ത വീടുകളിൽ പോലും ഭയങ്കര പ്രയാസങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പം നമുക്ക് അവരുടെ സാക്ഷികൾ കേൾക്കാനും കുറച്ച് നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വ്യാഴാഴ്ച നമ്മൾ അങ്ങനെ ഒരു സെക്ഷൻ പാസ്റ്റേഴ്സിൻ്റെ കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറ്റുന്നവരൊക്കെ വ്യാഴാഴ്ചത്തെ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുക. നമുക്ക് ഒരുമിച്ച് അല്പനേരം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് അനുഗ്രഹപ്രദമാണ്. ഇന്നലത്തെ കർത്താവിൻ്റെ മേശയുടെ ക്ലാസ് ഞാൻ അത് യൂട്യൂബിനകത്ത് ആദ്യം ഓണായിരുന്നു, പിന്നെ അത് പ്രൈവറ്റ് ആക്കി, പിന്നെ അത് ദേവസ്വരൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ പിന്നെ അത് ഓണാക്കി, പിന്നെ അത് ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പ്രൈവറ്റായിട്ട് ഞാൻ അയച്ചു തരാം. അന്ന് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ ഇച്ചിരി ദിവസം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നിങ്ങളത് വേണ്ടവർ പഠിക്കുക. എല്ലാവർക്കും കൂടെ കൊടുത്ത് ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ബഹളം ഉണ്ടാക്കണ്ട. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ മേശയുടെ ഏറ്റവും എനിക്കിന്നിപ്പോൾ നമ്മുടെ മനോജ് ബ്രദർ എനിക്ക് പുതുക്കാട് നിന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. പാസ്റ്ററെ അങ്ങനെ ദൈവസാന്നിധ്യം അനുഭവിച്ചു. പ്രമീള സിസ്റ്റർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. ഒരു അത്ഭുത സൗഖ്യം തൻ്റെ ശരീരത്തിൽ ഉണ്ടായെന്ന്. പരിശുദ്ധാത്മ വ്യത്യസ്ത അനുഭവങ്ങൾ നമ്മുടെ നടുവിൽ തുറക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അതിനി തുറന്നാലും തുറന്നില്ലെങ്കിലും ചിലപ്പോൾ തുറക്കാൻ സമയമെടുക്കാം, നമ്മുടെ അകത്തത് ബോധ്യമാകാൻ സമയമെടുക്കാം. കർത്താവിൻ്റെ മേശ ഭയങ്കര മാധുര്യമുള്ളതാണ്, ഭയങ്കര മഹത്വമുള്ളതാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ സഭായോഗത്തിനകത്ത് നമ്മൾ ഇതിന് ഭയങ്കര തിരക്ക് പിടിച്ചിരിക്കുക. നമുക്കിത് 9 മണി 9:15 നമ്മൾ തുടങ്ങുന്നത്. പരിഭാഷയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക, സമയബന്ധിതമായിട്ട് നിർത്തണം. ഇതൊന്നും ഇല്ലാതെ കുറച്ച് പേര് മതി, 5-10 പേരോ അല്ലെങ്കിൽ 10-15 പേരോ കുറച്ച് നേരം എന്താ പറയുക തിരക്കൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ കുറേ നേരം കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇത് നമ്മുടെ മനസ്സിനകത്ത്, ഇത് നമ്മുടെ മൈൻഡിനകത്ത് ഇത് കയറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അകത്തത് ജീവനാകാൻ തുടങ്ങും. നമ്മൾ വിധിക്കാൻ പഠിക്കണം. കർത്താവിൻ്റെ മേശയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മേൽ വീണ് കിടക്കുന്ന പാപത്താൽ വന്ന ദൈവിക വിധിയെ നമുക്ക് തിരുത്താൻ പറ്റും. അതാണ് കർത്താവിൻ്റെ മേശ നടക്കുന്നത്. നമ്മൾ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ വെളിപ്പാട്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ വെളിപ്പാട്, ഇത് പുതിയ ഉടമ്പടിയാണെന്നുള്ള വെളിപ്പാട്, ഇത് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് നമ്മളിത് യോഗ്യതയോടെ വർത്തിമാനറിൽ നമ്മളിത് അവൻ്റെ ശരീരത്തെ വിവേചിച്ച് നമ്മളിത് വാങ്ങി ഭക്ഷിക്കുമ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്ത് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ശോധന ചെയ്ത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ അവിടെ നമ്മൾ വിധിക്കുന്ന വിധിയാൽ, നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്താൽ നമ്മിൽ നിന്ന് പാപത്താൽ വന്നത് ക്യാൻസലാകും. ഏത് രോഗമാകട്ടെ, ഏത് ബലഹീനതയാകട്ടെ, ഏത് മരണത്തിൻ്റെ കഠിനമായ അവസ്ഥകളാകട്ടെ, ഇതിനെല്ലാം ദൈവം നമ്മുടെ മേൽ അധികാരം തന്നതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, ഞാനത് അവിടെ നിർത്തുകയാണ്. നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു സമയം ദൈവം നമുക്ക് നൽകാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര മാധുര്യമായിരിക്കും, ഭയങ്കര മഹത്വമായിരിക്കും. കർത്താവ് നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് അതിലേക്ക് വളർത്തുന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഞാനിപ്പോൾ നമ്മൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഇത് രണ്ടും ബന്ധിതമാണ് കേട്ടോ, ഇത് രണ്ടും കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് കവനന്റിലേക്ക് വന്നാൽ, കവനന്റിന്റെ റെവലേഷനിലേക്ക് വന്നാൽ അറിയാതെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, എപ്പോഴാണ് കവനന്റ് വന്നത്? അബ്രഹാമിന് ദൈവം പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ കഴിയാതെ പോയപ്പോഴാണ് കവനന്റ് വരാനിടയായി തീർന്നത്. അപ്പൊ കവനന്റിനെ കുറിച്ചുള്ള വെളിപ്പാട് വന്നാൽ നമ്മുടെ ഫെയ്ത്ത് ഭയങ്കരമാകും. ഫെയ്ത്തിന്റെ ഹയർ റിലത്തിലേക്ക് നമ്മൾ കയറാൻ തുടങ്ങും. നമ്മളതാണ് ഇപ്പോൾ
പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന വിഷയങ്ങളായിട്ട് ലിൻസി പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ അകത്ത് കയറിയിരിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർ ചിലര് പ്രഗ്നൻസിയോടുള്ള ബന്ധത്തിൽ അവരായിരിക്കുന്ന അവസ്ഥ നമ്മുടെ ഗ്രൂപ്പിനകത്ത് കിടക്കുന്നുണ്ട്. നന്ദിനി സിസ്റ്റർക്ക് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. നിങ്ങൾ അവരെല്ലാം ഓർത്ത്, ദീപക് നീതുവിനെ ഓർത്ത്, ഐറിനെ ഓർത്ത്, നന്ദിനി സിസ്റ്റർ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഫെയ്ത്തിന്റെ ആ തലത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടാനായിട്ടുണ്ടായ കാരണം ഫെയ്ത്തിൽ, വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ കർത്താവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം കേട്ടപ്പോൾ, നമ്മുടെ ചെവിയിൽ കേട്ടപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കേട്ടപ്പോൾ, നമ്മളെ കേട്ട വചനം നമ്മുടെ അകത്ത് വിശ്വാസമായി വന്നു. ഈ വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയതല്ല, അവന്റെ വചനത്താൽ ഉണ്ടായതാണ്. എഫേസ്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, എഫേസ്യർ 2:8, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതും നമ്മുടേതല്ല, വിശ്വാസം അവൻ നമുക്ക് തന്നതാണ്. എഫേസ്യർ ലേഖനം 2:8 ഞാൻ പറഞ്ഞത്. റോമാലേഖനം 10:9-10 വായിക്കും. അവിടെ എന്താ വായിച്ചത്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഉണ്ടോ? ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റുപറഞ്ഞു. ഇവിടെ പ്രട്ടറിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അവര് പ്രട്ടറിസം പഠിപ്പിക്കുന്നവരാണ്. നമുക്ക് അവരുടെ ഈ ഗ്രൂപ്പുകാരോടൊന്നും പ്രശ്നമില്ല. ചിലപ്പോൾ നിങ്ങളും അവരുമായിട്ട് കൂട്ടിമുട്ടേണ്ടി വരും. അപ്പൊ അവര് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് നമ്മുടെ പത്രോസ് പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം അടർത്തിയെടുത്തുകൊണ്ട് അവർ പറയുന്നത്, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ വന്നപ്പോൾ 120 പേരുടെ മേലാണ് തീയായിട്ട് വന്നത്. എല്ലാവരുടെ മേലും വന്നു. കേൾക്കുന്നുണ്ടോ? എല്ലാവരുടെ മേലും. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരുടെ മേലും രക്ഷിക്കപ്പെട്ടവരുടെ മേലും എല്ലാവരും സ്പിരിറ്റിൽ എന്തുണ്ട്? കർത്താവുണ്ട്, ക്രിസ്തുവുണ്ട്. ഇനി ഒറ്റ വ്യക്തി പോലും നരകത്തിൽ പോകുകയല്ല. നരകം ഇല്ല. ദൈവം സ്നേഹമാണ്. സ്നേഹവാനായ ദൈവം നരകത്തിലേക്ക് ആരും വിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പ്രട്ടറിസം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുകാർ ഒരു ടീച്ചിങ് ഉണ്ട്. ഞാൻ ആ ഗ്രൂപ്പിനകത്ത് അവരോട് കുറെ സംസാരിച്ചിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നിനും അവർക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ അകത്ത് ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ബോധ്യം എന്ന് പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ സ്പിരിറ്റിലേക്ക് ഓക്കെ. നമുക്ക് ലാസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാം നാളെ തുടങ്ങുകയാണ്. 10ാം ക്ലാസ്സിലുള്ള പിള്ളേരുടെയും +2 പിള്ളേരുടെ ഒക്കെ എക്സാമുകൾ ഈ ആഴ്ച തുടങ്ങുകയാണ്. നമുക്ക് അവർക്കൊക്കെ വേണ്ടി ഒടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അഥവാ വിട്ടുപോയാൽ ഒരാൾ അത് പറയണം. പ്രിൻസ് ഉണ്ട്, പലരും നമ്മുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ എവിടെയാ നിർത്തിയെന്നുള്ള കാര്യം വിട്ടുപോയി. ലാസ്റ്റ് പറഞ്ഞത് എന്താ? അവസാനം എന്താ പറഞ്ഞേ? അല്ല, അതിനകത്ത് ഏത് ഭാഗം പറഞ്ഞേ? എല്ലാവരും അകത്ത് ക്രിസ്തു ഉണ്ട്. അപ്പൊ ആരും നരകത്തിൽ പോവുകയില്ല. ഇനി സ്വർഗവും നരകവും അല്ല, കർത്താവ് ഇവിടെ വന്ന് ഈ ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. ഞാൻ ഇതിന് പലതിനും ബൈബിളിൽ വാക്യം കാണുന്നില്ല. ബൈബിളിൽ ഞാൻ കണ്ട വാക്യം, നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ സ്പിരിറ്റിൽ കർത്താവ് വന്നു. അതുകൊണ്ടാണ് തിമോഥെയോസ് ലേഖനത്തിൽ വാക്യമുണ്ടല്ലോ, യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തു വന്നിട്ടുണ്ട്. ആ ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ് എന്നാണ് ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതിനപ്പുറത്ത് ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കുകയോ അല്ല അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കുന്ന വാക്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വീണ്ടും ആ വാക്യം നമുക്ക് വിശകലനം ചെയ്യാം. പക്ഷെ ബൈബിൾ പറയുന്നത് രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ അകത്താണ് യേശുക്രിസ്തു ആത്മാവിൽ വന്നിരിക്കുന്നത്. ആത്മാവിൽ വരുന്നത് വേറെ, നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് വേറെ. ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ ആത്മാവിൽ വരുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ യേശുക്രിസ്തു ആത്മാവായി വന്നു. ആ വാക്യം നിങ്ങൾക്ക് അറിയാമോ? തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം. എങ്കിലാണ് നമുക്ക് ഫെയ്ത്തിന്റെ ആത്മാവിനെ കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വന്ന്, എനിക്ക് വേറെ കഥകളൊന്നും പറയാനില്ല കേട്ടോ, ബൈബിളിൽ നിന്ന് ഇതിന്റെ റൂട്ട് തെളിയിക്കലാണ് എന്റെ പരിപാടി. ഇത് നമ്മൾ വചനം ഇങ്ങനെ പറഞ്ഞു വചനത്തിനകത്തുള്ള ജീവനും ശക്തിയും മഹത്വവും തുറക്കും. എടുത്ത് നിങ്ങൾ 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം എടുത്തേ. യേശുക്രിസ്തു നിന്റെ ആത്മാവിനോട് കൂടെ ഇരിക്കട്ടെ, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾ അവിടുത്തെ ഒരു വാക്യം കണ്ടോ? യേശുക്രിസ്തു നിന്റെ ആത്മാവോടുകൂടി ഇരിക്കുമാറാകട്ടെ. കണ്ടോ? അപ്പോൾ നമ്മുടെ ആത്മാവിനോടുകൂടെ ക്രിസ്തു ഉണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ് നമ്മുടെ ആത്മാവിലുണ്ട്. അപ്പൊ നമ്മൾ ഈ വചനത്തിന് ചെവി ചായ്ച്ചാൽ, ഈ വചനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ, ഈ വചനത്തിൽ നിന്ന് നിങ്ങളുടെ അകത്തേക്ക് ജീവൻ തുറക്കാൻ തുടങ്ങും. യെശയ്യാവിന്റെ പുസ്തകം നിങ്ങൾ എടുത്തേ. യെശയ്യാവിന്റെ പുസ്തകം
ചില വാക്യങ്ങൾ ഞാൻ വേഗം വായിപ്പിക്കുകയാണ്. 55:3 എഴുതേണ്ടവർ എഴുതിക്കോ കേട്ടോ. വിശ്വാസത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വളരാം? ഫെയ്ത്തിന്റെ തല നിങ്ങളുടെ മേലെ എങ്ങനെ ഓപ്പൺ ആകും? ഫെയ്ത്തിന്റെ തല നിങ്ങളുടെ മേലെ ഓപ്പൺ ആയാൽ നിങ്ങൾ അഭിഷേകത്തിൽ വളരും, നിങ്ങൾ ഗ്ലോറിയിൽ വളരും കേട്ടോ. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 53 5-ാം അധ്യായത്തിന് 3-ാം വാക്യം എടുത്തേ. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവീൻ, ആ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ഓടിപ്പോകരുത്. എനിക്കത് തെളിയിക്കണം. 55-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് വായിച്ചത്. എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. കണ്ടോ, 2-ാം വാക്യമായി ഞാൻ വായിച്ചു. അപ്പമില്ലാത്തതിന്റെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് പിള്ളേരായാലും മക്കൾ ഒരാളും കൂടെ വന്ന എന്റെ ലൈറ്റ് ഇവിടെ കുറവാണ്. ലിൻസി, അതിന്റെ 2-ാം വാക്യം പ്രയത്നവലോചന എന്തിന്? അടുത്ത വാക്യം, എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. അപ്പൊ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടാൽ അത് കേൾക്കുന്നവർക്ക് നന്മയുണ്ടോ? ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുക, ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുക, ആ വചനം കേൾക്കാൻ ചെവി ചായ്ക്കുക. നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ നിങ്ങൾ ബൈബിളിലേക്ക് തിരിക്കണം, ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിക്കണം. അവനകത്തുള്ള കറുത്ത വെള്ള പേപ്പറിൽ എഴുതിയിരിക്കുന്ന കറുത്ത വാക്കുകളിലേക്കല്ല, ആ വാക്കുകളിനകത്ത് പ്രവഹിക്കുന്ന ജീവനും ആത്മാവുണ്ട്. അത് നിങ്ങളെ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരും. 3-ാം വാക്യം വായിച്ച് എന്താ വായിച്ചപ്പോ, നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഓക്കെ, ദൈവരാജ്യത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന കുറെ മിനിസ്ട്രികളുണ്ട്. രോഗശാന്തി വരശുശ്രൂഷകൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമടക്കും. പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. നിങ്ങളുടെ തലമുറകളുടെ ഭാവി, നിങ്ങളുടെ ഭാവി, ബിസിനസിന്റെ കാര്യം ഒക്കെ പറയാം. നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. അപ്പൊ പ്രവചന ശുശ്രൂഷയുണ്ട്, രോഗശാന്തി വരമുണ്ട്, അന്യഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, ഭാഷകളുടെ വിവേചനമുണ്ട്. ഇങ്ങനെ ആത്മാക്കളുടെ വിവേചനമുണ്ട്. കണ്ടമാനം മിനിസ്ട്രിനകത്തുണ്ട്. പക്ഷേ വചനത്തിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഈ മിനിസ്ട്രിക്കകത്ത് ഒന്നിനകത്തും ജീവനില്ല. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പ്രവചനത്തിനകത്തോ രോഗശാന്തിക്കകത്തോ വീര്യപ്രവർത്തികളുടെ അകത്തോ ഭാഷകളുടെ വ്യാഖ്യാനത്തിനകത്തോ ഒന്നിനകത്തും അവന്റെ ജീവനില്ല. അവന്റെ ജീവനിരിക്കുന്നത് അവന്റെ വചനത്തിൽ മാത്രമാണ്. ഒരാമയും പറയാമെങ്കിൽ പറഞ്ഞ കർത്താവിന്. അപ്പൊ നോക്കിയേ, മറ്റതെല്ലാം നമുക്ക് ആശ്വാസമാണ്, മറ്റതെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. രോഗസൗഖ്യം ഉണ്ടാകും, പ്രവചനം ഉണ്ടാകും, നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് ദൈവം ഒരു ആശ്വാസം നൽകും. പക്ഷെ ജീവന്റെ പ്രത്യേകത, നീ ഇതിന്റെ മുകളിൽ ജീവിക്കാൻ തുടങ്ങും. ഒരു ഹയർ ലൈഫ് നിന്നിലേക്ക് വരും, ഒരു ഓവർകമ്മിങ് ലൈഫ് നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും. നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ ഒരു പരിഹാരമുണ്ടെന്ന് പറയുന്നതാണ് പ്രവചനം. നീ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് ഒരു സൗഖ്യം തുറക്കുന്നതാണ് രോഗശാന്തി ശുശ്രൂഷ. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നാൽ വചനത്തെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവാത്മാവ് ജീവൻ തുറന്നാൽ നീ അതിന്റെ മുകളിലൂടെ മടക്കാൻ തുടങ്ങും. രോഗത്തിന്റെ നടുവിൽ രോഗം ഇല്ലാത്തവനെ പോലെ, കൂരിൽത്താരുടെ മടിവിലൂടെ ഒരു അനർത്ഥവും ഭയപ്പെടാത്തവനായി നീ അതിന്റെ നടുവിലൂടെ സാഹചര്യങ്ങളെ ജയിച്ചു ജീവിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് സമ്പത്തിലിരിക്കാൻ എനിക്കറിയാം, ദാരിദ്ര്യത്തിലിരിക്കാൻ എനിക്കറിയാം, വിശപ്പ് അനുഭവിക്കാൻ എനിക്കറിയാം, തൃപ്തിയോടെ ഭക്ഷിപ്പാൻ എനിക്കറിയാം. ജീവിതത്തിന്റെ 2 സാഹചര്യങ്ങളിലും ദൈവത്തോടുള്ള സ്നേഹമോ, ദൈവത്തോടുള്ള ആദരവോ, ദൈവത്തോടുള്ള ഭക്തിയോ വിട്ടുപോകാതെ നിങ്ങൾക്ക് അവനെ ജയിക്കാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുമ്പോഴും ഒരു വിഷയത്തിന് തോറ്റാലും ആരും പിണങ്ങൊന്നും ചെയ്യരുത്. പാസ്റ്റർ എന്തീ തോക്കുന്നൊക്കെ പറയുന്നേ. നിങ്ങളുടെ മക്കള് ഏറ്റവും വലിയ ഡോക്ടറായാലും, നിങ്ങളുടെ മക്കൾ ഏറ്റവും ചെറിയ ജോലിയിലേക്ക് പോയാലും, ജീവിതത്തിലെ 2 വശങ്ങളുടെ മടിവിലും നിങ്ങൾ ദൈവത്തിൽ ഭയങ്കര ഉറപ്പുള്ളവരായി മാറും. അതാണ് വിശ്വാസം. കേൾക്കണം, എല്ലാവരും ഡോക്ടറാകാൻ പാടില്ല കേട്ടോ. ലോകത്തുള്ള എല്ലാ പിള്ളേരും ഡോക്ടറായ പിന്നെ എന്തോ ചെയ്യും? ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? അപ്പൊ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ എന്താ ചെയ്യും? എല്ലാവരും നേഴ്സായി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? അപ്പോൾ അതത് ജോലികൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ വില്ലിലേക്ക്, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നാം പണിയപ്പെടണമെങ്കിൽ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയുന്നൊരു മനോഭാവം ഉണ്ടായിരിക്കണം. അതിന്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് ദൈവാത്മാവ് തുറക്കണം. ആ വാക്യം ഞാനൊന്ന് പറഞ്ഞു വിടുകയാണ്, 3-ാം വാക്യം. എന്നിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. 3-ാം വാക്യം ഒന്ന് വായിച്ച്. 3-ാം വാക്യം 55:3, യെശയ്യാവ് 55:3. ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. യെശയ്യാവ് 55:3, നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കലേക്ക് വരുവിൻ.
നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവീൻ, ആ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ആ ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. കണ്ടോ, ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്നൊരു ശാശ്വത നിയമം, ഒരു ശാശ്വത കമനന്റ് ഞാൻ നിങ്ങളോട് ചെയ്യും കേട്ടോ. അപ്പൊ ഒരു ശാശ്വത ഉടമ്പടി ഞാൻ ചെയ്യും. ആ ഉടമ്പടിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ചെവി അതിലേക്ക് ചായ്ച്ചാൽ നിങ്ങളുടെ അകത്ത് ജീവൻ ഉണ്ടാകും. ഓക്കെ, ഇത്രയും ഈ വാക്യം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം ഉണ്ടാകില്ല ബൈബിൾ വായിക്കാനായിട്ടും അത് ധ്യാനിക്കാനൊക്കെ വളരെ കുറച്ച് പേർക്ക് സമയം ഉണ്ടാകുള്ളൂ. പാസ്റ്റർമാർ പറയും നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി എന്ന്. ഏതെങ്കിലും വാക്യം അങ്ങനെ ഏതെങ്കിലും ഒരു പാസ്റ്റർ പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് വായിച്ചിട്ടുണ്ടോ? ഞാൻ ഇഷ്ടപ്രകാരം കേട്ടിട്ടുണ്ട് പാസ്റ്റർമാർ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി എന്ന്. ഞാൻ അതുകൊണ്ട് പറയാറില്ല, കാരണം ഞാനിത് വീട്ടിൽ പോയിട്ട് വായിക്കാറില്ല. പണ്ട് ഞാൻ പ്രസംഗം കേൾക്കുന്ന കാലത്ത് ഇത് പാസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പാസ്റ്റർമാർ അന്നും പറയും നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി എന്ന്. ഒരിക്കൽ പോലും ഞാൻ വീട്ടിൽ വന്നിട്ട് പാസ്റ്റർ പറഞ്ഞ വാക്യം വായിച്ചിട്ടില്ല, വേറെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം വീട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ നേരം കിട്ടാറില്ല. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിയാൽ ദയവ് ചെയ്ത് ഈ വാക്യങ്ങളൊന്ന് ധ്യാനിക്കണം. ദാവീദിന്റെ ശാശ്വതമായ, ദാവീദിനോട് ചെയ്ത നിശ്ചല കൃപകൾ മൂലമുള്ള കവനന്റിലേക്ക് നിങ്ങളുടെ ചെവി ചായ്ച്ചാൽ നിങ്ങളുടെ അകത്ത് ജീവൻ വളരും, നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത് വളരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫെയ്ത്തിലേക്ക് വരികയാണ്. അപ്പം ഇവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ നമ്മുടെ അകത്ത് കർത്താവ് വന്നു, കർത്താവിന്റെ ജീവൻ വന്നു, കർത്താവ് നമ്മുടെ അകത്ത് വന്നു. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴാണ് ആ വ്യക്തിയുടെ അകത്ത് ക്രിസ്തു വരുന്നതെന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് ആ വ്യക്തിയുടെ അകത്ത് ക്രിസ്തു വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പാണോ വിശ്വാസം അകത്തുണ്ടാകുന്നത്, രക്ഷിക്കപ്പെട്ട ശേഷമാണോ? ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ ഈ കുറെ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ വേറെ പഠനങ്ങൾ. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അകത്ത് ഫെയ്ത്ത് ഉണ്ടാകുന്നുണ്ട്. കേൾക്കണ്ടോ? വചനത്താലുള്ള വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകുന്നുണ്ട്. സ്പിരിറ്റിനകത്തും ഹൃദയത്തിനകത്തും ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വചനത്താലുള്ള ഫെയ്ത്ത് വന്നതിനാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടപ്പോഴാണ് ക്രിസ്തു അകത്ത് വന്നത്. കേൾക്കണം. ഇപ്പൊ ഫെയ്ത്ത്, അത് രണ്ട് വാക്യം, ആ വാക്യം വായിച്ചോ. എഫെസ്യർ 2:8 അറിയാവുന്ന വാക്യമാണല്ലോ, അതൊന്ന് കണ്ടുപോകാം നമുക്ക്. പെട്ടെന്ന് ആരെങ്കിലും മാറി വായിച്ചു വേഗം. രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് എന്താണ്? അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ഭാഗത്തുള്ള നമ്മൾ ആകെ കൂടെ കേൾക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കി, നാം അതിനുവേണ്ടി ടൈം എടുത്തു എന്നൊരു ഭാഗം മാത്രമല്ല. എന്താ നമുക്ക് പറയാനുള്ളത്? അപ്പൊ വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടാക്കിയത് പോലും കർത്താവിന്റെ വചനമാണ്. ശ്രദ്ധിക്കൂ, വചനം നമ്മൾ കേട്ട വചനം നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാക്കി. വിശ്വാസം ഉണ്ടായപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ അകത്ത് കർത്താവിന്റെ ആത്മാവ് വന്നു, അവന്റെ ജീവൻ വന്നോ. ആ വന്നിയ ആത്മാവാണ് നമ്മൾ നേരത്തെ വായിച്ചു 2 തിമോഥെയോസ് ലേഖനം 4:22. നമ്മുടെ അകത്ത് യേശു ക്രിസ്തു നമ്മുടെ അകത്ത് ആത്മാവായി വസിക്കാൻ തുടങ്ങി. ഞാൻ ഇതിന്റെ ബേസ് പറയാൻ കാരണം ഹയർ റിലത്തിലേക്ക് പോകണമെങ്കിൽ ഇതിന്റെ പടി നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് കർത്താവിന്റെ ആത്മാവ് വന്നിട്ടുണ്ടെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ നോക്കിയ വിശ്വാസത്തിന്റെ സന്ദേശം കേൾക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ കർത്താവിന്റെ മേശ ഭക്ഷിക്കുമ്പോൾ നിങ്ങളിലേക്ക് പകരപ്പെടുന്ന അവന്റെ ജീവനും ആത്മാവും ഉണ്ട്. കേട്ടോ? അപ്പൊ ഞാൻ 2 കാര്യം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വീണ്ടും കർത്താവിന്റെ വചനം കേൾക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനാണ്, ആത്മാവാണ്. അപ്പൊ വചനത്തിൽ ജീവനുണ്ടോ? ഹലോ, വചനത്തിൽ ജീവനുണ്ടോ? ദൈവത്തിന്റെ വചനത്തിനകത്ത് ജീവനുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ട നിങ്ങൾ വചനം വായിക്കണ്ടേ? ലോഗോസായ വചനം പ്രാർത്ഥനയോടെ നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് റേമ എഴുന്നേറ്റ് വരും. ആ റേമയുടെ പ്രത്യേകത ഇത് നിങ്ങളുടെ സ്പിരിറ്റിനെ പണിയും. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പോഴാണ് നിങ്ങൾ സ്നാനപ്പെടുന്നത്. സ്നാനത്തിന്റെ ഒരു ചെറിയ പാർട്ടാണ് കേട്ടോ.
ചെറിയ പാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസത്തിന്റെ വളർച്ചയുള്ള ബന്ധത്തിലാണ്. കർത്താവിന്റെ കൽപ്പനയിൽ അത് പ്രമുഖമായ സ്ഥാനമുള്ളതാണ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ആരംഭിക്കുന്നത് സ്നാനത്താലാണ്. പക്ഷെ സ്നാനപ്പെട്ടതുകൊണ്ട് എല്ലാം ആയെന്ന് ചിന്തിക്കരുത്. സ്നാനം ഇതിന് ഇടയിലുള്ള 2ാം ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞാൽ UKG ആണ്. രക്ഷ LKG ആണെങ്കിൽ സ്നാനം UKG ആണ്. അവിടുന്ന് കിടക്കുക പട്ടികൾ. ഇനി കേൾക്കും. അപ്പൊ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ അകത്ത് വന്ന കർത്താവിന്റെ ആത്മാവും എൻ്റെ ആത്മാവും കൂടെ ഒരാത്മാവായി. എന്നിട്ട് അന്ന് തൊട്ട് ഞാൻ ജീവന്റെ പുതുക്കത്തിൽ മടക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കർത്താവിന്റെ വചനം വായിച്ചു. യോഹന്നാൻ 6 അവിടെ പറഞ്ഞ എന്താ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ, വചനം ജീവനും ആത്മാവാണ്. 1, വചനത്തിലൂടെ നിങ്ങളിലേക്ക് ജീവൻ പകരുന്നുണ്ട്. 2, കർത്താവ് പറഞ്ഞു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? ജീവനുണ്ട്. കണ്ടോ? അപ്പൊ വചനത്താൽ, വചനത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസത്താലും കർത്താവിന്റെ മേശയാലും നിങ്ങളുടെ അകത്തേക്ക് അവന്റെ ജീവൻ പകരുന്നു. ആരുടെ ജീവൻ? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് കർത്താവിന്റെ ജീവൻ പകരുന്നുണ്ടെന്ന്? നല്ലൊരു കൂട്ടം ആളുകളും ഈ ഭാഗം ധ്യാനിക്കുന്നില്ല. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ജീവൻ, നിത്യജീവൻ, ദ ഹയർ സ്റ്റേജ് ഓഫ് ലൈഫ്. നോക്കിയ, ജീവന്റെ ഹയർ സ്റ്റേജ് ആണ് യേശുവിന്റെ ജീവൻ. ആ ജീവനാണ് നിങ്ങളുടെ സ്പിരിറ്റിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ വേട് ധ്യാനിക്കും തോറും നിങ്ങളുടെ അകത്ത് ഈ ജീവൻ പുഷ്ടിപ്പെടാൻ തുടങ്ങും. അപ്പൊ ജീവൻ നിങ്ങളുടെ അകത്ത് നിറയും തോറും നിങ്ങളുടെ അവിശ്വാസം ക്യാൻസൽ ആകും. ജീവന്റെ അകത്ത് ഫെയ്ത്തേ ഉള്ളൂ. ജീവന്റെ അകത്ത് ഇന്ദ്രിയ ജയമേ ഉള്ളൂ. ജീവന്റെ അകത്ത് സ്നേഹമേ ഉള്ളൂ. അത് അവന്റെ ജീവനാണ്. അവന്റെ ജീവൻ. നമ്മുടെ അകത്ത് വരുന്ന ജീവൻ ആരുടേതാണ്? കർത്താവിന്റെ ജീവനല്ലേ? അപ്പൊ കർത്താവിന്റെ ജീവൻ നമ്മുടെ അകത്ത് നിറയാൻ തുടങ്ങിയാൽ നമ്മുടെ വിശ്വാസം ആരുടെ വിശ്വാസമാകും? ഒയ്യോ, കർത്താവിന്റെ ജീവൻ നമ്മുടെ അകത്ത് നിറയാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവൻ അവന്റെ ജീവനാകും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ലോഗോസ് വായിക്കുക, നമ്മൾ ആ ലോഗോസ് വിശ്വസിക്കുക, അത് പ്രഖ്യാപിക്കുക. മറ്റെല്ലാം നമ്മൾ അവസാനിപ്പിക്കണം. നമ്മുടെ അകത്ത് വിശ്വാസം, നമ്മൾ ഈ സ്പിരിച്വൽ തലത്തിനകത്ത് നിങ്ങൾ ഏറ്റവും അറിയേണ്ട കാര്യം, നിങ്ങളുടെ നാവിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നതിന്റെ 1,00,000 ഇരട്ടിയാണ്. എനിക്ക് എന്റെ വായിൽ വന്നൊരു വലിയ സംഖ്യ പറഞ്ഞാണ് കേട്ടോ. ഇനി 1,00,000 എന്താന്ന് ചോദിച്ചു വരരുത്. നിങ്ങൾ വിചാരിക്കുന്നതിന്റെ 1000കണക്കിന് മടങ്ങ് പ്രാധാന്യതയാണ് നിങ്ങളുടെ നാവിന് ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള കാര്യമാണ്. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, യാക്കോബ് പറഞ്ഞൊരു പദമുണ്ട്, നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അതാണ് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഒന്ന് വായിക്കും. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എടുത്ത്. യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. പെട്ടെന്ന് എടുത്തു. എനിക്ക് 2-3 വാക്യങ്ങൾ പറഞ്ഞു. ഞാൻ അല്പം ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഞാൻ ധൃതി പിടിച്ചു പോകുന്നത്. യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എടുത്ത്. അങ്ങനെ തന്നെ നിങ്ങളാരും ബൈബിള് വായിക്കില്ല എന്നും എന്നോട് പിണങ്ങിയിട്ട് എന്താ ഇച്ചിരി പതുക്കെ പ്രസംഗിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ച പോലെ പിണക്കമുണ്ടോ നിങ്ങൾക്ക്? യാക്കോബ് ലേഖനം 3-5 വേഗം വായിക്കൂ. അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. യാക്കോബ് പറയണേ, ആരോടാ ഇത്? എന്താ പറയാ, പാപികളോട് പറഞ്ഞതല്ല കേട്ടോ. ദൈവമക്കളോട് പറയാ, സഹോദരന്മാര് പറയാ, രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ടവര് പറയാണേ. രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ചർച്ചയിൽ വന്നാലും നാവ് ശ്രദ്ധിച്ചില്ല, ഈ നാവ് കൊണ്ട് ലാസ്റ്റ് എവിടെ ചെല്ലും? ഹലോ, ആരും മിണ്ടുന്നില്ല. ആരും വീഡിയോ ഓഫ് ചെയ്ത് പോരുത്, ഓടിവാ വേഗം. വിശ്വാസം നമ്മള് വിശ്വാസം ഏറ്റുപറച്ചില്ല, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ച് പറയാം. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഏറ്റവും ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട അവയവമാണ് നാവ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്തുള്ളതാണ് നമ്മൾ നാവിലൂടെ പറയുന്നത്. നാവ് ഒരു ചെറിയ അവയവമാണ്. അവിടെ ഈ യാക്കോബ് അതിന്റെ പ്രാധാന്യത പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ എന്താ പറയാ,
അവര് കപ്പലിനെയൊക്കെ ഉപമിക്കുന്നുണ്ട്. 4-ാം വാക്യം വായിച്ചേ, ഞാൻ വായിക്കാം. കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അവനെ തിരിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ കപ്പൽ കണ്ടിട്ടില്ലേ? ടൺകണക്കിന് ഭാരവുമായി പോകുന്ന ഈ കപ്പലിനെ തിരിക്കുന്ന ഒരു കൊച്ചു ചുക്കാനാണ്. എന്നതുപോലെ നോക്കിയേ, നിങ്ങൾ എത്ര വലിയ പദവിയുള്ളവരാ! രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിനെ കത്തിരിക്കുന്നു. നിങ്ങൾ പുത്രന്മാരാണ്. നിങ്ങളുടെ അകത്ത് അവന്റെ ജീവനുണ്ട്. നിങ്ങൾ അവന്റെ ശരീരമാണ്. നിങ്ങളുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ നീതീകരണം കഴിഞ്ഞു. നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാണ്. നിങ്ങൾ കർത്താവിനോടുകൂടെ രാജാവായി ഈ ഭൂമിയെ ഭരിക്കാനുള്ളവരാണ്. ഇതൊക്കെ ശരിയാ, വലിയ കപ്പലാണ്. പക്ഷേ നിങ്ങളുടെ നാവിന് നിങ്ങളുടെ ശരീരത്തെ കത്തിച്ച് നരകത്തിലെത്തിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയല്ലേ അത് എഴുതിയിരിക്കുന്നത്? ആണോ? ഹലോ, അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? 5-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? അങ്ങനെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കണ്ടോ? വമ്പ് പറയുന്നു. അടുത്ത വാക്ക്, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീയാണ്. നാവും ഒരു തീയാണ്. അപ്പൊ തീ കത്തിക്ക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് വമ്പ് പറയാനല്ല പറഞ്ഞത്. അത് സ്പിരിറ്റിനകത്ത് കർത്താവിന്റെ ആത്മാവിന്റെ തീ കത്താനാ. അപ്പൊ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് വചനം പറഞ്ഞപ്പോൾ അവരെ ഹൃദയത്തിനകത്ത് ആത്മാവിൽ കത്തൽ വന്നു. അവരെ ഹൃദയത്തിൽ കത്തൽ വന്നു. എന്നാൽ ഇവിടെ യാക്കോബ് പറയുകയാണ്, നിങ്ങളെ കത്തിച്ച് നരകത്തിലെത്തിക്കുന്നതാണ് നിങ്ങളുടെ നാവ്. അതേ നാവ് നിങ്ങൾ വചനം കേട്ട് നിങ്ങൾ ആ നാവ് കൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തുടങ്ങിയാൽ അതേ നാവ് നിങ്ങളെ പെർഫെക്ഷനിലേക്ക് എത്തിക്കും. ഒരേ നാക്ക്, നിങ്ങളുടെ നാക്ക്. ഈ നാക്കിനകത്ത് എല്ലില്ലല്ലോ. എല്ലില്ലാത്ത ഈ നാക്കിനകത്ത് ഈ നാവാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ പെർഫെക്ഷനിലേക്ക് എത്തണമോ, നിങ്ങൾ നരകത്തിലേക്ക് പോകണമോ. നാവ് തീരുമാനിക്കാൻ കാരണം എന്താണ്? നാവിന്റെ കഴിവുകൊണ്ടല്ല. നാവിൽ കൂടെ പുറത്തു വരുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞതാണ്. ഹൃദയത്തിനകത്തേക്ക് ഇത് വരുന്നത് നിങ്ങൾ കേട്ട വചനത്താലാണ്. ഒരു ആമ്യം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞ കർത്താവിന്. ഇത്ര മഹത്വകരമായ ഘടകങ്ങൾ ദൈവാത്മാവ് നമ്മുടെ അകത്ത് തുറന്നു വെച്ചതിനായി സ്തോത്രം. ഇനി ഒരു വാക്കൊന്ന് നിന്ന് ചിന്തിച്ചേ. ഞാൻ ഇത്ര സ്പീഡിലാണ് പറഞ്ഞു പോയേ. നമ്മുടെ നാവിൽ കൂടെ എന്തൊക്കെയാ വരുന്നത്? ഹലോ, വാക്കുകൾ വരുന്നുണ്ടോ? നോക്കിയേ, നാശത്തിന്റെ വാക്കുകൾ വരുന്നുണ്ടോ? വിമർശനത്തിന്റെ വാക്കുകൾ വരുന്നുണ്ടോ? നോക്കിയേ, അസഭ്യങ്ങൾ നമ്മുടെ വാക്കിലൂടെ വരുന്നുണ്ടോ? നിരാശയുടെ വാക്കുകൾ നമ്മുടെ അകത്ത് വരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. എല്ലാവരും തലകുമ്പിട്ടിരിക്കുക. ഭാഷ എന്തിനാണ് ഇത്രയും വലിയ കാര്യമൊക്കെ പറഞ്ഞത്? ഇത് കേൾക്കണം. ഇത് ക്യാൻസൽ ആകും. നിങ്ങളുടെ അകത്ത് ഫെയ്ത്തിന്റെ തലം ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നിരാശയുടെ വാക്കുകൾ ക്യാൻസൽ ആകും. നിങ്ങളുടെ അകത്ത് നിങ്ങൾ ഫെയ്ത്തിൽ വളരുന്നുണ്ടെങ്കിൽ നോക്കിയേ, നിങ്ങൾ പൗലോസ് പറഞ്ഞൊരു വാക്കെടുത്ത് നിങ്ങൾ 2 കൊരിന്ത്യർ ലേഖനം വന്ന് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വന്ന് 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ അത് വായിച്ചിട്ട് നിർത്തിയത് കഴിഞ്ഞ ദിവസം ചർച്ചിനകത്ത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിച്ച്. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് വായിച്ചു സിസ്റ്ററെ. ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. നിഷ സിസ്റ്റർ എനിക്ക് എന്തോ ഒരു സാക്ഷി ഇട്ടിട്ടുണ്ട് അല്ലേ? അത് കേട്ടില്ല കേട്ടോ. വേറെ ആരോ 1-2 ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. മറ്റേ നിഷ സിസ്റ്ററിനെ വിളിച്ചിരുന്നു. 2-3 ക്ലിപ്പുകൾ ഞാൻ കേൾക്കാത്തതുണ്ട്. സോറി. ഞാൻ ഇപ്പൊ വീട്ടിൽ വന്ന് കയറിയുള്ളൂ. 8 മണിക്ക് ഞാൻ വീട്ടിലെത്തണേ. എന്നിട്ടാണ് ഞാൻ ഈ വാക്യങ്ങളൊന്ന് ധ്യാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കാവേ. 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് വായിച്ചത്. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്ക് ഉള്ളതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ ഈ സംസാരം നമ്മുടെ അറിവെന്നുള്ളതല്ലോ. കേക്കണേ. 4-13 അറിവല്ല. 4-13 പഠനമല്ല. 4-13 സാഹചര്യമല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 4-13 നമ്മുടെ അറിവല്ല. നിങ്ങളുടെ വീട്ടിലെ അറിവല്ല. മക്കളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, വീട്ടിലെ കാര്യം, ബിസിനസിന്റെ കാര്യം, കൊച്ചിന്റെ കാര്യം, ഇതൊന്നുമല്ല. അറിവല്ല 4-13. അനുഭവമല്ല 4-13. സാഹചര്യമല്ല 4-13. ഹൃദയത്തിനകത്തുള്ള ഭാവമല്ല 4-13. 4-13 പറയുകയാണ് ഞങ്ങളുടെ അകത്തൊരു ഫെയ്ത്തിന്റെ ആത്മാവുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു ആത്മാവ് നമ്മുടെ അകത്ത് ഓപ്പൺ ആയാൽ നമ്മുടെ ഭാഷ മാറുമോ? നിങ്ങൾ ആരും എന്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ആത്മാവ് ഓപ്പൺ ആയാൽ നിങ്ങളുടെ ഭാഷ മാറുമോ എന്നെ ചോദ്യം. പിന്നെ മാറും. നിങ്ങൾ അനുഭവം പറയോ? പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് അനുഭവം അല്ല, നിങ്ങളുടെ സാഹചര്യമല്ല, നിങ്ങളുടെ അവസ്ഥയല്ല, നിങ്ങളുടെ കൊച്ചിന്റെ എന്താ പറയാ പ്രശ്നമല്ല, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമല്ല. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്താണോ തുറന്നത് അത് പറയും. അപ്പൊ ഇത് രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടാണോ? രണ്ടും രണ്ടാണ്. ഒരു വ്യക്തി കണ്ടത് പറയുന്നു, അവസ്ഥ പറയുന്നു. എന്നാൽ ഫെയ്ത്തിൽ വളർന്നവൻ കണ്ടതിലേക്കല്ല നോക്കുന്നത്. അവൻ ലോഗോസിൽ നിന്ന് അവൻ ഒപ്പിയെടുത്ത രേമയാൽ അകത്തുണ്ടായ വിശ്വാസത്തിന്റെ വാക്ക് പറയുക. അവൻ കണ്ടതല്ല പറയുന്നത്, അവൻ സ്പിരിറ്റിൽ റിസീവ് ചെയ്തത് പറയുകയാണ്. ഞാൻ പറഞ്ഞ ആശയം ഇതിന് കാരണം എന്താ പറയാ? 4:13 ഇവൻ ഇങ്ങനെ പറയാൻ കാരണം 3:18 ഇവന്റെ അകത്തേക്ക് ദൈവാത്മാവ് ദാനം പകർന്നു. ഒന്ന് എടുത്ത് നിങ്ങൾ 3:13 എടുത്ത്, 3:18 എടുത്ത്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം എടുത്ത്. 2 കൊരിന്ത്യർ ലേഖനം 3:18. ഒക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ ഇവന്റെ ഭാഷ മാറാൻ കാരണം എന്താണ്? ഭാഷ മാറാൻ കാരണം ഇവൻ നിയമാധിഷ്ഠിത ശുശ്രൂഷകളിൽ നിന്ന് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഇവൻ ആത്മാവിന്റെ ശുശ്രൂഷ അനുഭവിക്കാൻ തുടങ്ങി. ഇവൻ നീതിയുടെ ശുശ്രൂഷ അനുഭവിക്കാൻ തുടങ്ങി. ഇവൻ കർത്താവിലേക്ക് നോക്കാൻ തുടങ്ങി. വ്യക്തികളിൽ നിന്നും ശുശ്രൂഷകന്മാരിൽ നിന്നും സഭകളിൽ നിന്നും കണ്ണുപറിച്ച് കർത്താവിലേക്ക് നോക്കാൻ തുടങ്ങി. അതാ 3-ാം അധ്യായം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണിത്. 3-ാം അധ്യായത്തിൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകും. എന്നിട്ട് എന്തുണ്ടാകും? കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത വാക്ക്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആരെ പോലെ ആകുന്നു? ധൈര്യമായിട്ട് പറഞ്ഞോടെ പോണി, നീ പറഞ്ഞത് ശരിയാണ്. നമ്മളെല്ലാം യേശുവിനെ പോലെ ആകുന്നു. ഏത് വാക്യം? 3:18. യേശുവിനെ പോലെ സ്പിരിറ്റിനകത്ത് രൂപാന്തരം നടക്കുന്ന നമുക്ക് ഇനി പറയാനുള്ളത് ഫെയ്ത്തിന്റെ ഭാഷയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ മറ്റൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മുടെ അംഗങ്ങളുടെ എണ്ണം ഇന്നലെ രാത്രി, മിനിഞ്ഞാന്ന് രാത്രി 4000 ആയി. ഒരു ചെറിയ എന്താ പറയുക ബൈബിൾ ക്ലാസ്സും കൊണ്ട് നമ്മളിത് തുടങ്ങിയതാണ്. അത് ഈ ആൽബിയും ദെബോരയും ഇതിന്റെ പുറകീന്ന് മാറില്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ ഈ ആൽബിയും ദെബോരയാണ് ഇതിന്റെ പുറകിൽ കിടന്ന് അത് ചെയ്യ് പാസ്റ്റേ, ഇത് ചെയ്യ് പാസ്റ്റേ. എനിക്ക് ഒരു തോന്നുമില്ല. ചില നേരത്തെ എനിക്ക് ഇവരെ ശല്യങ്ങളായി തോന്നിയിട്ടുണ്ട്. എന്തോ ചെയ്യും. പക്ഷെ അവരുടെ അകത്ത് ഇത് വളരാനായിട്ടുള്ള ആഗ്രഹം കാരണമാണ്. അവരാണ് അതിനകത്ത് ഏറ്റവും പുറകിൽ എന്നെ അതിനകത്ത് അത് ചെയ്യണം, ഇത് ചെയ്യണം, അപ്പുറത്ത് ചെയ്യണം, ഇപ്പുറത്ത് ചെയ്യണം. എനിക്കിതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല. ഇപ്പോഴും വലിയ കാര്യമായിട്ട് പിടുത്തൊന്നുമില്ല. ഏതായാലും കർത്താവ് ഇതിനകത്തേക്ക് ഈ വചനം കേൾക്കാനായിട്ട്, ഇതിനകത്ത് ദൈവാത്മാവിലേക്ക് ജനത്തെ ശ്രദ്ധിപ്പിക്കാനായിട്ട് കർത്താവിനകത്തേക്ക് നമ്മുടെ ആളുകളെ കർത്താവ് കൊണ്ടുവരുന്നു. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അവർക്കുള്ളൊരു സ്നേഹത്തെയും കൂടെ ഞാൻ ഇത്തരത്തിൽ പറയുക. ഞാനത് ഇന്നലെ പറയാൻ വിട്ടുപോയി. അത് കർത്താവ് അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരൊറ്റ കാര്യമുണ്ട്. ഒരു ചെറിയ മുറിക്കകത്ത് വെച്ച് നമ്മൾ ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവ് ഇതിനെ ലോകം മൊത്തം പരത്തുക.
സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട് കൊറോണയ്ക്ക് മുമ്പൊക്കെ നമ്മൾ വെറുതെ ഡേവിസ് ബ്രദറൊക്കെ അറിയാം, ലത സിസ്റ്റർക്കൊക്കെ അറിയാം, ഒരു ചെറിയ ടാറ്റ സുമയ്ക്കകത്ത് ഞങ്ങൾ ഇങ്ങനെ 10 പേരും 10-15 പേരും ഇങ്ങനെ മടക്കും എല്ലാ വീട്ടിലും. അത് എന്നും മീറ്റിംഗ് ആണ് കേട്ടോ, മിക്ക ദിവസവും. ഞാൻ കഴിഞ്ഞ ദിവസം ജിബിൻ പാഷോട് പറഞ്ഞു എല്ലാ ദിവസവും ഞായറാഴ്ച പകല് പ്രാർത്ഥന, വൈകിട്ട് ക്ലാസ്, തിങ്കളാഴ്ച ഒരു ദിവസം മാത്രം ഒഴിവുണ്ടാകാറുണ്ട്. തിങ്കളാഴ്ച രാത്രി ക്ലാസ്, ചൊവ്വാഴ്ച പകല് മീറ്റിംഗ്, ചൊവ്വാഴ്ച രാത്രി ക്ലാസ്, 2 ദിവസം പ്രവർത്തനം, ബുധൻ വ്യാഴ്ച ക്ലാസ്, ഇങ്ങനെ 1-2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഈ ക്ലാസ്സും ഈ പ്രാർത്ഥനയും. കർത്താവ് അത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അത് കർത്താവ് അതിലേക്ക് അനേകരെ ചേർത്ത് പഠിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന സാരാംശം. അപ്പൊ നമ്മൾ യേശുവിനെ പോലെ ആകുക. എങ്ങനെ? അത് എവിടെയാകുന്നത്? നമ്മുടെ സ്പിരിറ്റിലാണ്. അതെങ്ങനെയാകുന്നത്? അവന്റെ ജീവനാലാണ്. അപ്പൊ ഈ ജീവനാൽ നാം ആയി കഴിയുമ്പോൾ നമ്മുടെ ഭാഷ മാറുകയാണ്. ഈ ഭാഷ മാറാൻ കാരണം എന്താ? അകത്തു വന്ന വിശ്വാസമാണ്. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജീവനുള്ളൊരു ദൈവം ഉണ്ട്. 2, ആ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ്. ആ അപ്പന്റെ വചനമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞ ദൈവം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ അവൻ സകലതും നന്മയ്ക്കാക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഈ വാക്യം വിശ്വസിക്കണം കേട്ടോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ്. ഇതാണ് നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് അടിസ്ഥാനമായി കയറേണ്ട പ്രധാനപ്പെട്ട വാക്യങ്ങളൊരു വാക്യം. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റില്ല. ദൈവം അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ദൈവം നിങ്ങളെ മടത്തുന്ന അവസ്ഥകളുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കരുത്. എന്താ എനിക്ക് മാത്രം അങ്ങനെ വന്നത്? എന്താ എന്റെ മകന് മാത്രം അങ്ങനെ വന്നത്? എന്റെ മകൾക്ക്? അതിനെ തിരുത്താണ് ദൈവം പിന്നെ വെച്ചേക്കുന്നത്. എന്തിനാ പിന്നെ ഈ സൂമിനകത്ത് ഇരുത്തി പഠിപ്പിക്കുന്നത്? ദൈവത്തിന് നിന്റെ അവസ്ഥ നിമിത്തം, വീട്ടിൽ വന്ന സംഭവം നിമിത്തം ദൈവത്തിന് വിരോധം നീ കൂടെ സംസാരിക്കാൻ തുടങ്ങണോ? അവരെ പോലെ സംസാരിക്കണോ? നിന്റെ വീട്ടിനകത്ത് വിശ്വാസത്തിൽ തളരുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, പുറകിലേക്ക് പോകുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, നീ ആ വ്യക്തി അല്ല. ദൈവം നിന്നെ ഇതിനകത്തിരുത്തിയത്, ദൈവം നിന്നെ ഇതിനകത്തിരുത്തി പഠിപ്പിച്ചത്, നിന്റെ വീട്ടിലെ അപ്പോസ്തലൻ നീയാണ്, നിന്റെ വീട്ടിലെ പ്രവാചകൻ നീയാണ്, നിന്റെ വീട്ടിലെ ഉപദേഷ്ടാവ് നീയാണ്. ദൈവം നിന്നെ പഠിപ്പിക്കുന്നത്, നിന്നിലൂടെ കർത്താവ് നിന്റെ ഭവനത്തിൽ തുറന്നു വരും. ഒരു ആമേൻ പറയാൻ കരുത്തുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ പാഠശാലയ്ക്കകത്തുകൂടെ നടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ അബദ്ധം അതാണ്. അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. നിങ്ങളെടുത്തേ സങ്കീർത്തന പുസ്തകം 78-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങൾ വന്നേ. 78-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മളുമായിട്ട് വളരെ ശ്രദ്ധാർഹമായി ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. 78-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. അവർ ദൈവത്തിന്, എല്ലാവരും കേൾക്കണം കേട്ടോ, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണേ. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിന് വിരോധമായി സംസാരിക്കാറുണ്ടോ? ഞാൻ എവിടെയാ സംസാരിക്കാറ്? ഞാൻ അത് ആ സഹോദരി ആരാ? എന്റെ ചെയറിന്റെ പുറകിൽ, ചർച്ചിൽ വന്ന് നോക്കിയാൽ എന്റെ ചെയറിന്റെ പുറകിലിരിക്കുന്ന സഹോദരിയും മുമ്പിലിരിക്കുന്ന സഹോദരിയും ദൈവത്തിന് വിരോധമായി സംസാരിക്കാറുണ്ട്. ഞാൻ സംസാരിക്കാറില്ല. അറിയണം എന്താ അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചത്? ദൈവത്തിന് വിരോധമായി സംസാരിച്ചത് എങ്ങനെയാണ്? അവിടെ വായിച്ചു ഒരു സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ കാണാം. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറന്നു. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. സമുദ്രത്തെ വിഭജിച്ചു. അവരെ അവന്റെ നടുവിൽ കൂടെ കടത്തി. വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് മേഘം കൊണ്ട്, രാത്രി സമയത്ത് അഗ്നിപ്രകാശം കൊണ്ട് അവരെ മടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് വെള്ളം കൊടുത്തു. ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. ഇങ്ങനെ ദൈവം അത്ഭുതകരമായി നടത്തുമ്പോഴും ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ മുമ്പിൽ ഇതിന്റെ മടിവ് ദൈവം പ്രവർത്തിക്കുവോ? നിങ്ങൾ ഇന്ന് അല്ല നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതിന്റെ മടിവിലും ദൈവം പ്രവർത്തിക്കും. ഒരാമൻ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി പറയാമെങ്കിൽ പറഞ്ഞോ കർത്താവിന്. നിങ്ങളെ പുറപ്പെടുവിച്ചവൻ, മരുഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അവസ്ഥയുടെ മടിവിൽ പ്രവർത്തിക്കാൻ കഴിയാത്തവനായി മാറി നിൽക്കുന്നില്ല. അത് മാറ വന്നാലും, അത് രഫദീം വന്നാലും, അത് ഏലീം വന്നാലും, എവിടെയായാലും അവൻ പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ദൈവം നിങ്ങളെ മടത്തുന്ന ശോധനകളുടെ നടുവിൽ നോക്കിയേ, നിങ്ങൾ അവിശ്വസിച്ചാലും വിശ്വസിച്ചാലും ദൈവം പ്രവർത്തിക്കും. ഹലോ,
അവരെല്ലാവരും വിശ്വസിച്ചിരുന്നുവല്ല നദി പുറപ്പെട്ടത്, അതിലെ വെള്ളം പുറപ്പെട്ടത്. അവരെല്ലാവരും വിശ്വസിച്ചിട്ടാണ് ചെങ്കടപ്പെടുന്നത്. ആ വാക്യം വായിച്ച് നിങ്ങൾ അതിന്റെ 20-ാം വാക്യം വായിച്ച്, സോറി അതിന്റെ 78-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യം 22-ാം വാക്യം വായിച്ച്. അവർ ദൈവത്തിൽ 21-ാം വാക്യം. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. ഏത് കേട്ടിട്ട്? 20-ാം വാക്യം. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകൾ കവിഞ്ഞൊഴുകി. സത്യം. അടുത്ത വാക്ക് കേക്ക്. എന്നാൽ അപ്പം കൂടെ തരുവാൻ ദൈവത്തിന് കഴിയുമോ? കണ്ടോ കേട്ടോ 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 കേട്ടോ. മരുഭൂമിയിൽ എന്തില്ല? വിതയില്ല, കൊയ്ത്തില്ല. വിതയില്ലാത്ത കൊയ്ത്തില്ലാത്ത മരുഭൂമിയിൽ ഞങ്ങൾക്ക് അപ്പം തരാൻ പറ്റുമോ കർത്താവിന്? കേൾക്കുന്നുണ്ടോ നിങ്ങള്? നിങ്ങളുടെ തലമുറകൾ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇപ്പത്തെ ഇന്ന് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നപ്പോ അതിനകത്ത് പല പാസ്റ്റർമാര് സാക്ഷി പറഞ്ഞു. പിള്ളേര് കരച്ചിലാണ്. ജർമ്മനിക്ക് പോകാൻ പറ്റുന്നില്ല, കാനഡയ്ക്ക് പോകാൻ പറ്റുന്നില്ല, കൂടെ പഠിച്ചത് അവിടെ പോയി ഇവിടെ പോയി. അപ്പൊ എന്റെ മക്കളെ വിടാൻ പറ്റുമോ? ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഹലോ, എന്റെ വീട്ടിനകത്ത് നന്മ വെളിപ്പെടുവോ? ദൈവം എനിക്കത് തരുമോ? അപ്പം കൂടെ തരാൻ പറ്റുമോ? ഒരു വഴിയില്ല. ഹലോ, എന്റെ വീട്ടിൽ ദൈവം പ്രവർത്തിക്കുവോ? കൂടെ പഠിച്ച കൊച്ചിന്റെ ജർമ്മനിക്ക് വിട്ടു. ഇന്ന് കേട്ട സാക്ഷ്യങ്ങളാണ് കേട്ടോ. കാനഡയ്ക്ക് വിട്ടു. എന്റെ കൊച്ചിന്റെ ഫീസ് അടിക്കൽ നടക്കുവോ? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരം കൽപ്പിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയുമോ? നിന്റെ തലമുറയുടെ ഭാവി, നിന്റെ കുടുംബത്തിന്റെ വളർച്ച, നീ 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 പെട്ടുകിടക്കുന്ന കടബാധ്യത, നിന്റെ ലോണ്, നീ ഏത് പ്രശ്നത്തിലായിരിക്കുന്നത്? നീ ചിന്തിച്ച് ഈ പ്രശ്നമൊന്നും ദൈവം വിഷയാക്കുന്നില്ലെന്ന്. ഇത് നമ്മുടെ അച്ചാച്ചന്മാര് പഠിപ്പിച്ച പഠനത്തിന്റെ കുഴപ്പമാ. ദൈവം എന്നെ വിളിച്ച് നിത്യമേ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇവിടുത്തെ കാര്യമൊന്നും വിഷയമല്ല. ആര് പറഞ്ഞു? ഇവിടുത്തെ കാര്യം വിഷയമാണ്. ഇവിടുത്തെ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം എനിക്കുണ്ട്. ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നിന്ന് വിടുവിച്ചത്, ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത് കനാനിലേക്ക് കൊണ്ടുപോകാനാണ്. പക്ഷെ കൊണ്ടുപോകുന്ന വഴിക്ക് നോക്കിയ ചെങ്കടലിന്റെ തീരം, മാറയുടെ മുൻപിൽ നോക്കിയ സകലതും ദൈവത്തിന് വിഷയമാണ്. അവിടെ എല്ലാം ദൈവം വഴികൾ അപ്പോൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരാമേൻ കരുത്തോടെ പറയാമെങ്കിൽ പറഞ്ഞോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരാൻ തുടങ്ങും. മാറിന് മുമ്പിൽ നിന്നെ നിർത്തി കരയിപ്പിക്കുന്നവൻ അല്ലവൻ, മാറിയവൻ മധുരമാക്കുവാൻ വിശ്വസ്തനായവനാണ്. ഓക്കെ, അപ്പൊ വായിക്കുന്നു വായിച്ച് അവന്റെ 20-ാം വാക്യം. എന്നാൽ അപ്പം കൂടെ തരാൻ പറ്റുമോ അവന്? കണ്ടോ, എന്നെ അവൻ രക്ഷയിലേക്ക് കൊണ്ടുവന്നു, എന്നെ അവൻ സ്നാനത്തിലേക്ക് കൊണ്ടുവന്നു, എന്റെ തലമുറയെ അവൻ നോക്കിയെ സഹായിച്ചു. എന്നാൽ ഈ വഴി തുറക്കും ദൈവം. ഏത് വഴി ദൈവം തുറക്കും? ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ആമേ, ഇതാണ് വിശ്വാസത്തിന്റെ സന്ദേശം എന്ന് ഞാൻ പറയുന്നത്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. വായിച്ചെടുത്ത് വായിച്ച്. ദൈവത്തിന് അപ്പം തരാൻ കഴിയുമോ? എന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആ ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. യാക്കോബിന്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിന്റെ നേരെ കോപവും പൊങ്ങി. അടുത്ത വാക്ക്. എന്തിനാണ് ദൈവം ജ്വലിച്ചത്? എന്തിനാണ് യാക്കോബിന്റെ നേരെ ദൈവം തീ ജ്വലിപ്പിച്ചത്? എന്തിനാണ് അവരെ നേരെ കോപം പൊങ്ങിയത്? 22-ാം വാക്യം. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക തന്നെ. ഹലോ, അപ്പൊ അപ്പം ആവശ്യമായി വന്നപ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മാംസം ആവശ്യമായി വന്നപ്പോൾ മുമ്പിൽ ഒരു വഴിയില്ലെങ്കിലും അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവരെ കുറ്റം പറയാൻ പറ്റിയല്ല. 30 ലക്ഷം ഇസ്രായേൽ മക്കൾക്ക് വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ 40 വർഷം ഭക്ഷണം കൊടുക്കാനായിട്ട് ആരെ കൊണ്ട് പറ്റും? അപ്പൊ അവര് പറഞ്ഞത് തെറ്റാണോ? അവര് ചിന്തിച്ചത് തെറ്റാണോ? ഈ മരുഭൂമിയിൽ 40 വർഷം ഈ 30 ലക്ഷം ജനത്തിന് മാംസം കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റും? അവർ ചിന്തിച്ചത് തെറ്റാണോ? അവർ ചിന്തിച്ചത് തെറ്റല്ല. പക്ഷേ അവർ മറന്നുപോയി ആരാണ് കൊണ്ടുവന്നതെന്ന്. നിന്റെ ചിന്ത തെറ്റല്ല, പക്ഷെ നിന്നെ പുറപ്പെടുവിച്ചവൻ സർവശക്തനാണ്. അവൻ എൽഷദായിയാണ്. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ കർത്താവിന്. നിന്നെ വിടുവിച്ചവൻ നിന്റെ അപ്പൻ, അവൻ എൽഷദായിയാണ്. നീ ചിന്തിച്ചത് തെറ്റല്ല, നീ പറഞ്ഞത് തെറ്റല്ല, നിന്റെ ചോദ്യം തെറ്റല്ല. എപ്പോ ദൈവം നിനക്ക് അപ്പനായിട്ടില്ലെങ്കിൽ നീ ചോദിച്ചത് തെറ്റല്ല. ദൈവം നിനക്ക് അപ്പനായിട്ടില്ലെങ്കിൽ, ദൈവം നിന്റെ പിതാവല്ലെങ്കിൽ നീ ചോദിച്ച ശരിയാണ്. ദൈവം നിന്റെ പിതാവാണെങ്കിൽ നീ ചോദിച്ച ചോദ്യം ദൈവത്തിങ്കിൽ നിന്ന് നിനക്ക് വിരോധമായി തീ ജ്വലിപ്പിക്കും.
കാരണം നിന്റെ ചോദ്യം ദൈവത്തിന് വിരോധമാണ്. നിന്റെ ചോദ്യം ദൈവത്തെക്കുറിച്ച് വെളിപ്പാടില്ലാഞ്ഞിട്ടാണ്. നിന്റെ ചോദ്യം നോക്കിയ ദൈവത്തിൽ ആശ്രയിക്കാഞ്ഞിട്ടാണ്. നിന്റെ ചോദ്യം ദൈവത്തിൽ വിശ്വസിക്കാത്തവന്റെ ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്നവൻ എന്തു പറയും? വിശ്വസിക്കുന്നവൻ മരുഭൂമി കാണുമ്പോൾ തമ്പുരാന് സ്തോത്രം പറയും. വിശ്വസിക്കുന്നവൻ നോക്കിയ മരുഭൂമി കാണുമ്പോൾ അവന്റെ അകത്തിന് ആഗ്രഹമുണ്ട് കാടപ്പക്ഷി തിന്നണമെന്നല്ല, മാംസം കഴിക്കണമെന്ന്. അവൻ അവിടെ പരാതിപ്പെടുകയല്ല, അവൻ അവിടെയും ദൈവത്തിന് സ്തോത്രം പറയും. ഞാനൊരു കാര്യം മറുപടി പറയാം. നീ അവിശ്വസിച്ചാലും വിശ്വസിച്ചാലും മരുഭൂമിയിൽ കാട ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും മരുഭൂമിയിൽ അവൻ മന്ന കരുതി വെച്ചിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും മരുഭൂമിയിൽ മാറിയ മധുരമാക്കുന്നു നിന്റെ കൂടെ ഉണ്ട്. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി കരുതാൻ അവൻ മേഘത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ നീ വെറുതെ അവിശ്വസിച്ച് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ വാങ്ങുന്നത്? നിന്റെ ദൈവം ആരാണ്? നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ട്? നിന്റെ ദൈവം ആരാണ്? അവൻ സർവശക്തനല്ലേ? ദൈവത്തിന് നിന്നെ അനുഗ്രഹിപ്പാൻ, ഞാൻ ഇങ്ങനെ പറയും, ദൈവത്തിന് നിന്നെ അനുഗ്രഹിപ്പാൻ നിന്നെ അമേരിക്കയിലും വിടണ്ട, UK ആരും എന്നോട് പണം കരുത് കേട്ടോ. UK കയറിയവർക്കൊക്കെ സ്തോത്രം, അമേരിക്കയിലുള്ളവർക്കായി സ്തോത്രം. നിങ്ങളൊന്നും അനുഗ്രഹിക്കപ്പെട്ടവരല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നാൽ എനിക്ക് ഒരു രാജ്യത്തിൽ പോകണ്ടെന്ന്. നിന്റെ അനുഗ്രഹം, നീ ഏത് കുഴി കിടന്നാലും ദൈവം നിന്നെ അനുഗ്രഹിച്ചോ. ലോകത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തിലും പോകാത്ത, നോക്കിയേ, ലോകത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തിലും പോകാതെ തന്നെ ദൈവത്താലുള്ള അനുഗ്രഹം നിന്റെ വീട്ടിലെത്തുമെന്ന്. ലോകം മുഴുവൻ ക്ഷാമം, ദേശം മുഴുവൻ ക്ഷാമം, പക്ഷേ ഇസഹാക്കിന്റെ വീട്ടിൽ സമൃദ്ധിയാണ്. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ മേലുണ്ട്. ഒരാമൻ ധൈര്യത്തോടെ പറയാമെങ്കിൽ പറഞ്ഞോ കർത്താവിന്. എന്തിനാണ് വെറുതെ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ്? എന്തിനാണ് വെറുതെ നിരാശയുടെ വാക്ക് പറഞ്ഞ്? എന്തിനാണ് വെറുതെ നോക്കി ദൈവത്തിൽ ആശ്രയിക്കാത്ത വാക്കുകളും സാഹചര്യങ്ങളും പറഞ്ഞ് 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 എന്തിനാ നിന്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നത്? ഞാന് ഈ നിരാശയുടെ വാക്ക് പറയുന്ന ആൾക്കാരോട് അവരെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വിശ്വാസത്തിന്റെ കാര്യം പറയും. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയും, ദൈവത്തെ ഓർത്ത് പറയില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു പദമുണ്ട്, പാസ്റ്ററെ വീട്ടിൽ വന്നാൽ അറിയാം പാസ്റ്റർക്ക്. എന്റെ പൊന്നെ, എന്റെ വീട്ടിൽ വന്ന എങ്ങാനും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, ഞാൻ അനുഭവിച്ച കൂടെ എങ്ങാനും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തുന്നത് തമ്പുരാൻ അറിയാമായിരുന്നു. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദൈവം അവരവരെ വളർത്താൻ ആഗ്രഹിക്കുന്ന ശോധനയിൽ കൂടെ നടത്തുക. ഇന്ന് രാവിലെ ഇന്ന് രാത്രി നമുക്ക് കമ്പാരിസൺ നിർത്തിയിട്ട് നമുക്ക് അപ്പനെ കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് വരണം. അപ്പനെ കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് വരണം. അപ്പനെ കുറിച്ചുള്ള വെളിപ്പാട്, നിന്റെ അപ്പൻ വിശ്വസ്തനാണ്, നിന്റെ അപ്പൻ കരുതുന്നവനാണ്, നിന്റെ അപ്പൻ എൽ ഷദായി ആണ്, അവൻ സർവശക്തനാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നേ, എന്റെ മക്കൾക്ക് എന്താ ഇങ്ങനെ വന്നേ, ദൈവം എന്നെ കൈവിട്ടോ, ഞാൻ പുറകിലേക്ക് പോകുക, അല്ലെങ്കിൽ വിശ്വാസി വന്നിട്ട് എന്താ കിട്ടിയേ? ഇതാണോ വിശ്വാസ ജീവിതം? നോ, ഇതെല്ലാം പരാതികളാണ്, ഇതെല്ലാം നിരാശകളാണ്. വിശ്വാസത്തിൽ വന്നിട്ട് ദൈവം തന്നതിനായിട്ടെല്ലാം സ്തോത്രം. ഒന്നും തന്നില്ലേലും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ദൈവം നമുക്ക് നിത്യത തന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ കൈവിടുകയില്ല. ഒന്ന് നന്ദി പറയാമെങ്കിലെ കരമടിച്ചെന്ന് പറഞ്ഞ കർത്താവിന്, ദൈവം നിനക്ക് നിത്യത തന്നു. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ഇന്ന് രാത്രി ഇത് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ നിന്റെ വിശ്വാസം നിനക്ക് വേണ്ടി പ്രവൃത്തിയായി വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ ഉള്ളത്തിനകത്ത് നീ വിശ്വാസം, അവനിലാണ് വിശ്വസിക്കുന്നുവെങ്കിൽ നീ വിശ്വാസത്താൽ പറയുന്നത് നിന്നിൽ പ്രവൃത്തിയായിട്ട് വെളിപ്പെടും. ഞാൻ ഒരു വാക്യം വായിച്ച് ഞാൻ ഈ ഭാഗം ക്ലോസ് ചെയ്യാം. സമയം പെട്ടെന്ന് ഓടിപ്പോയി ഇന്നത്തെ ദിവസം. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് തുടങ്ങി. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2 വാക്യം വായിച്ചു നിർത്താവേ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്ന് 22-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്ന് മത്തായിയുടെ സുവിശേഷം 2 വാക്യം വായിച്ചു നിർത്താം. ഞാൻ 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചേ. യേശു തിരിഞ്ഞവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. 21-ാം വാക്യം തൊട്ട് വായിച്ചു. 21-ാം വാക്യം തൊട്ട്. അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്നു അവന്റെ ഓടരുത്, പതുക്കെ പോ. ഹോസ്പിറ്റലിൽ ഇങ്ങനെ എല്ലാവരും എന്തൊരു ഓടി മറന്ന് ചികിത്സിക്കുന്ന പോലെ ഇവിടെ ഒന്നും ഓടരുത്, പതുക്കെ നിർത്തിപ്പോ. ഇവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, 12 വർഷം രക്തസ്രാവത്താൽ
നോക്കിയ ഒരു സ്ത്രീ, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്ക് പറഞ്ഞ ഭാഗം വിടുകയാണ്. 12 വർഷമായിട്ട് ഇവളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ ചികിത്സിക്കാവുന്നതിന്റെ അപ്പുറത്ത് ചികിത്സിച്ചു. അതൊക്കെ നമുക്ക് സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വൈദ്യന്മാരാൽ അവളെ ഏറിയോന്ന് സഹിച്ചു. നല്ലൊരു രോഗം വന്ന ഡോക്ടർമാരെടുത്ത് പോയി അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിക്കളിക്കുന്നില്ലേ, ഇത് തന്നെ പരിപാടി. എല്ലാം ചെയ്തിട്ടും ഇവളുടെ രോഗത്തിന് സൗഖ്യമില്ല. പക്ഷേ അപ്പോഴാണ് അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. അവൾ ചെയ്ത പരിപാടി, അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. അവിടെ യേശുവിനെ കുറിച്ച് കേട്ട വാർത്ത അവളുടെ ഹൃദയത്തിനകത്തൊരു വിശ്വാസം ഉണ്ടാക്കി. അവളുടെ ഹൃദയം ഇപ്പൊ സംസാരിക്കുക, വായല്ല കേട്ടോ സംസാരിക്കുന്നത്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവളുടെ ഹൃദയം സംസാരിക്കുക. അവളുടെ ഹൃദയത്തിന് അവൾ പറയുകയാണ്, തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. കണ്ടോ, ഇതല്ലേ വിശ്വാസം. കർത്താവ് തൊട്ടിട്ട് സൗഖ്യമായപ്പോൾ അവൾ സൗഖ്യമായെന്ന് പറയുകയല്ല. 12 വർഷത്തെ ചരിത്രം എതിരാണ്. നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. എല്ലാം നാടൻ ഭാഷ പറഞ്ഞ മുടിഞ്ഞു, എല്ലാം അവസാനിച്ചു. ആ സമയത്താണ് അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ നോക്കിയേ, രക്തം മുഴുവൻ വാർന്നൊഴുകുന്ന ഇവളുടെ അകത്തൊരു വിശ്വാസം, എനിക്ക് സൗഖ്യം വരും. കണ്ടോ, അപ്പോൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് ഇവളുടെ അകത്ത് വിശ്വാസം ഉണ്ടാക്കി. ആ വിശ്വാസം അവൾ വാ തുറന്ന് അവൾ ഹൃദയം കൊണ്ട് പറഞ്ഞെന്ന് ഇവിടെയും നോക്കിയേ, അതരം കൊണ്ട് പറഞ്ഞെന്ന് മറ്റൊരു സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പറഞ്ഞപ്പോ എന്തുണ്ടായി? പറഞ്ഞു വന്നിട്ട് അവൾ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഞാനത് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കേട്ടോ നിങ്ങൾ? എന്താണോ അവൾ കേട്ടത്, ആരെ കുറിച്ചാണോ കേട്ടത്? ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോഴൊക്കെ ഞാൻ പണ്ട് പ്രസംഗിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഇതിനു മുമ്പ് ഒരു വ്യക്തി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായത് ഇതുപോലെ നമുക്ക് പ്രസിദ്ധമായി കിട്ടിയിട്ടില്ല. സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് കേട്ട ചരിത്രങ്ങൾ വെച്ചാണോ ഇവളത് തീരുമാനിച്ചത്? ഇവളുടെ അകത്ത് വന്ന വിശ്വാസത്താൽ അവൾ ഉള്ളം പറയാൻ തുടങ്ങി. ശരീരം എന്താ പറയുന്നത്? ശരീരം നീ മരിക്കാൻ പോവുകയാണ്. അനുഭവം എന്താ പറയുന്നത്? മുഴുവൻ നശിച്ചു. ചരിത്രം എന്താ പറയുന്നത്? ഇനി നിന്നെ രക്ഷിക്കാൻ ലോകത്തിൽ ആരുമില്ല. പക്ഷേ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവളുടെ അകത്ത് ഫെയ്ത്ത് ഉണ്ടായി. ഫെയ്ത്തിൽ അവൾ സംസാരിക്കാൻ തുടങ്ങി. കേൾക്കുമ്പോഴോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ഫെയ്ത്തിനാൽ നിങ്ങൾ സംസാരിക്കാൻ പറ്റും. ആ സംസാരം, ആ വാക്കുകൾ നിങ്ങളിൽ ഡെലിവറൻസ് കൊണ്ടുവരും. ആ വാക്ക് ശരീരത്തെ സ്പർശിക്കും. ആ വാക്ക് തലമുറയെ തൊടും. ആ വാക്ക് ബിസിനസിനെ തൊടും. ആ വാക്ക് കുഴികളെ തുറക്കും. എന്നാൽ അനുകരിച്ചു പറയുന്നവരുണ്ട്. ഇപ്പം രക്തസ്രാവക്കാരി സ്ത്രീയെ അവൾ തൊട്ട് സൗഖ്യമായി. അപ്പൊ അത് കേട്ടപ്പം ഇങ്ങനെ മടന്നെന്ന് കേട്ടപ്പം ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ആരെ പേര് പറയും? ഇനി ആരും പേര് ഞാൻ പറയുന്നില്ല. ഇത് ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകണ്ട. കാന്താരി എന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ടായിരുന്നിരിക്കട്ടെ. കാന്താരി കേട്ടു ഈ സഹോദരിയുടെ വിഷയം, ഈ സഹോദരിയുടെ സൗഖ്യത്തെ കുറിച്ച് ആര് കേട്ടു? കാന്താരി കേട്ടു. അപ്പൊ കാന്താരി കേട്ടത് എന്താണ്? കാന്താരി കേട്ടത് ഇങ്ങനെയാണ്: രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചു, അവൾ പറഞ്ഞതുകൊണ്ട് അവൾക്ക് സൗഖ്യമുണ്ടായി. അപ്പൊ കാന്താരി ചിന്തിക്കുന്നത് എന്താണ്? പറഞ്ഞാൽ നടക്കും. കാന്താരി എന്ത് പറയാൻ തുടങ്ങി? എന്ത് പറയാൻ തുടങ്ങി? എനിക്കും സൗഖ്യമുണ്ടാകും. കാന്താരി പറഞ്ഞത് എവിടെന്താ? കാന്താരി പറഞ്ഞത് കേട്ട് പറഞ്ഞവാ. പക്ഷെ രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞവോ അകത്തു വന്ന വിശ്വാസത്തിൽ പറഞ്ഞവാ. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലാണ് രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞത്. കാന്താരി പറഞ്ഞത് ഇനി ആരും കാന്താരി എന്ന് പറഞ്ഞാൽ ആരും വിളിക്കരുത് കേട്ടോ. കാന്താരി പറഞ്ഞത് കേട്ടേറ്റ് പറഞ്ഞതാ. ഇത് രണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സ്വീകരിക്കുന്ന റേമയാൽ നിങ്ങൾ അവനിലുള്ള വെളിപ്പാടിൽ നിങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികളെ തൊട്ടിരിക്കും. അവരെ അടിമത്തങ്ങളെ പൊളിച്ചിരിക്കും. അവരെ പുറത്ത് കൊണ്ടുവന്നിരിക്കും. നിങ്ങളുടെ തലമുറകളെ പണിതിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു, യാഗമരണം മാത്രമല്ല യേശുവിന്റെ മരണം ഉടമ്പടി മരണമാണ്. അതിന്റെ പ്രത്യേകത എന്താ? അവൻ മരിച്ചത് ഉടമ്പടിയുടെ മരണമായിട്ടാണ് മരിച്ചതെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ അവന്റെ കൈക്കകത്ത് ഉറപ്പാണ് തിരിച്ചറിയുക.
ഓ റാബാനക ഷസ്കനാദിനാഥന. ഞാൻ ഒരു വാക്കോട് വായിച്ച് അവസാനിപ്പിക്കാം, ഒറ്റ വാക്കോട് വായിച്ച് അവസാനിപ്പിക്കാം. സമയം ഓടുന്നു. നിങ്ങളൊരു വായിക്കോട് വായിച്ച് പ്രവർത്തി ദിവസം 14 അധ്യായത്തിന്റെ 8 വായിക്കോട് വായിച്ചേ. 8 വാക്യം ഞാൻ ആ വായിക്കോട് വായിച്ച് അവസാനിപ്പിക്കാം. പ്രവർത്തി ദിവസം 14 അധ്യായത്തിന്റെ പ്രവർത്തി ദിവസം 14 അധ്യായത്തിന്റെ 8 മുതൽ വാക്യം ഒന്ന് വായിച്ച ഒരാള്. അമ്മയുടെ ഗർഭത്തിൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് ഓടല്ലേ. നമുക്ക് വേഗം ഞാൻ നിർത്താം. ഇന്ന് രാത്രി നമുക്ക് UK ഉണർവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട് 12 മണിക്ക്. നമ്മൾ 1 മണിക്കൂർ നേരം UK വേണ്ടി പ്രാർത്ഥിക്കുക. അർദ്ധരാത്രിയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ വെച്ചാൽ ദൈവം നമ്മളെ അത് കാണിച്ചത് കൊണ്ടാണ്. എനിക്കൊന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമൊക്കെയുണ്ട്. നാളെ രാവിലെ ക്ലാസ് ഉള്ളതാണ്. കുറേ സ്ഥലത്ത് പോകാനുണ്ട്. പക്ഷെ അതിനെ അതിജീവിച്ച് നിങ്ങൾ ഉറക്കം വരുന്നവരൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങണേ. ഉറക്കം വരാത്തവര് നമുക്ക് ഒരുമിച്ച് കുറേ നേരം ഞാനുണ്ടാകാം. നമ്മൾ കുറേ നേരം അന്യഭാഷയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 12 മണിക്ക് ഉറങ്ങാത്തവർ കയറുക. അതിനുവേണ്ടി നിങ്ങൾ ഉറക്കുളച്ചിരിക്കണ്ട കേട്ടോ. ഓക്കെ, നേരത്തെ കിടന്നുറങ്ങി. കർത്താവ് ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ദിവ്യ സ്വപ്നങ്ങളും ദർശനങ്ങളും തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മൾ ഈ വാക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 14 അധ്യായത്തിന്റെ 9 വാക്യമാണ് വായിച്ചത്. പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അടുത്ത വാക്ക് അവനെ ഉറ്റുനോക്കി. ഉണ്ടോ? സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട്. അപ്പൊ പൗലോസ് സംസാരിക്കുന്നത് ഈ മുടന്തൻ കേട്ടോണ്ടിരിക്കുക. ഈ മുടന്തൻ എവിടെയാണ്? ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ട് ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷനിരുന്നിരുന്നു. അപ്പൊ ഇവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഇവന്റെ അകത്തൊരു വിശ്വാസം വന്നു. എന്താ വിശ്വാസം? എന്റെ മുടന്ത് മാറ്റാൻ ദൈവത്തിന് ശക്തി ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്റെ ഒരിക്കലും മുടന്ത് മാറുകയില്ല. ഈ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ട് ഒരുവൻ നോക്കിയ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ പടിവാതിൽ ഇരിക്കണ്ടായിരുന്നു. അവൻ ഭിക്ഷ വായിച്ചത്, അവൻ കൈ നീട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹലോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ ആരെങ്കിലും? ഈ പ്രവർത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു മുടന്തനെ കണ്ടിട്ടുണ്ടോ? അവൻ എന്തിനാ കൈ നീട്ടിയേ? പണത്തിന് വേണ്ടി, വല്ലതും കിട്ടാൻ വേണ്ടി. പണത്തിന് വേണ്ടി, വല്ലതും കിട്ടാൻ വേണ്ടി കൈ നീട്ടിയതാ. അവൻ വിശ്വാസത്തെ കൈ നീട്ടിയവല്ല. എന്നാൽ ലുസ്രയിലിരിക്കുന്ന മുടന്തൻ കൈ നീട്ടിയില്ല. അവൻ മുടന്തനെ ഭിക്ഷയാചിക്കാനിരുന്നവാ. ആ നേരത്താണ് പൗലോച്ചാന്റെ പ്രസംഗം കേൾക്കുന്നത്. പൗലോച്ചാന്റെ പ്രസംഗം കേട്ടപ്പം ഭിക്ഷയാചിക്കാനിരുന്നവന്റെ അകത്ത് ഭിക്ഷ മറന്നുപോയി അവൻ. ഹലോ, അവൻ എന്തിനാണ് ഇരുന്നതെന്ന കാര്യം മറന്നുപോയി. ഇപ്പൊ അവന്റെ അകത്ത് ഒരു വിശ്വാസം ഉണ്ടാകുന്നു. എന്താ വിശ്വാസം? അവനെ കൊണ്ട് ഇരുത്തിയത് എന്തിനാ? അവനെ കൊണ്ട് ഇരുത്തിയത് ഭിക്ഷയാചിക്കാൻ. അവന്റെ അവസ്ഥ എന്താ? അമ്മയുടെ ഗർഭം മുതൽ എന്ത് ചെയ്തിട്ടില്ല? മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ല. ഒരിക്കലും നടന്നിട്ടില്ലാത്ത എനിക്ക് ദൈവശക്തിയാൽ നടക്കാൻ പറ്റുമെന്ന ഒരു ദൈവിക ഡെലിവറൻസിനാൽ എനിക്ക് സൗഖ്യം പ്രാപിപ്പാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടായി. എങ്ങനെ ഇരിക്കുമ്പോ? മുടന്തിലിരിക്കുമ്പോ. അവസ്ഥ എന്താ? അവസ്ഥ മുടന്ത്. സാഹചര്യം എന്താ? ഇന്ന് വരെ നടന്നിട്ടില്ല. ഡോക്ടർ എന്ത് പറയും? നടക്കുകയില്ല, ആയുസ് നടക്കുകയില്ല. അപ്പൻ എന്ത് പറയും? അമ്മ എന്ത് പറയും? ഭാര്യ എന്ത് പറയും? നാട്ടുകാരെന്ത് പറയും? എല്ലാവരും പറയും ഇവൻ മുടമ്പനാ, മടക്കുകയില്ല. പക്ഷേ മുടന്തിനകത്തിരിക്കുമ്പോ തന്നെ ഇവന്റെ അകത്തൊരു വിശ്വാസം. എന്ത് കേട്ടപ്പം? പൗലോച്ചാന്റെ പ്രസംഗം കേട്ടപ്പോൾ. പൗലോച്ചാന്റെ പ്രസംഗം ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച് നോക്കിയേ. വിജ്ഞാനമല്ല അവൻ പ്രസംഗിച്ചത്. മരുഭൂമിയിൽ ചെന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മാവനെ പഠിപ്പിച്ച ക്രിസ്തു വെളിപ്പാട് പ്രസംഗിച്ചവൻ. ക്രിസ്തു കേന്ദ്രീകൃതമായ വെളിപ്പാട് കേട്ടപ്പോൾ മുടന്തന്റെ ശരീരത്തിനല്ല മാറ്റം, അവന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? ഞാനും എന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? എന്റെ കുടുംബത്തിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന പട്ടണത്തിന് ഉണർവുണ്ടാകുമെന്ന് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പുത്രത്വത്തിൽ വളരുമെന്ന്. എന്താണ് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നത്? ഞാൻ പലപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ
പ്രത്യേകിച്ച് ഓഫ്ലൈനിൽ ശുശ്രൂഷിക്കുമ്പോൾ, അത് ഞാൻ സൂമിൽ കണ്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് ചിലരകത്ത് വിശ്വാസം വളർത്തുന്നത് കാണാം, അവരടുത്ത ഹയർ റിലത്തിലേക്ക് പോകുന്നത് കാണാം. അവരുടെ സ്പിരിറ്റിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ സ്പിരിറ്റിൽ പറയാൻ തുടങ്ങും. ആ നേരത്ത് കൈവയ്ക്കുമ്പോൾ അവരുടെ തലത്തിലേക്ക് ബോഡിയിൽ എൻട്രാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ജീവൻ സെൻസ് ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയാം, വചനം നിന്റെ സ്പിരിറ്റിൽ, വചനം നിന്റെ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്തുണ്ടാകുന്ന വിശ്വാസത്താൽ നീ അതിനെ പരിപോഷിപ്പിക്കാൻ തുടങ്ങിയാൽ, നീ അത് പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ, നിന്റെ അവസ്ഥ, അവയവങ്ങൾ മുടന്താണെങ്കിലും അകത്തു വരുന്ന വിശ്വാസം നിന്റെ മുടന്തിനെ മാറ്റുന്നതാണ്. അകത്തുള്ള അവസ്ഥ, ചുറ്റുമുള്ള സാഹചര്യം കടഭാരമാണോ, ചുറ്റുമുള്ള സാഹചര്യം എന്താണ്, അതിനെ പൊളിക്കാൻ കരുത്തുള്ളതാണ് നീ കേൾക്കുന്ന വചനം എന്നുള്ള കാര്യം മറക്കരുത്. ഇവൻ കേട്ടപ്പോൾ ഇവന്റെ അകത്ത് വിശ്വാസം വരാൻ തുടങ്ങി. എന്ത് വിശ്വാസം? സൗഖ്യമാകുവാൻ അവന് വിശ്വാസമുണ്ട്, സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് പൗലോസാൻ കണ്ടു. കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വിശ്വാസം അഭിഷക്തന്മാർ കാണും. അവന്റെ അകത്ത് വിശ്വാസം വന്നു. സൗഖ്യമാകാൻ മനസ്സുണ്ട്, സൗഖ്യമാകാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടു. 10 വാക്യം, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കയെന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റു. കേൾക്കുന്നുണ്ടോ മകൾ? വിശ്വാസവും അഭിഷക്തന്റെ കൽപ്പനയും സംയോജിക്കപ്പെട്ടപ്പോൾ അവിടെ പെട്ടെന്ന് ഡെലിവറൻസ് നടക്കുന്നത്. കേൾക്കുന്നുണ്ടോ മകൾ? ഓ ഷഖന രഗശസ്കന, വിശ്വാസം അവന്റെ അകത്ത് വളർന്നു. വിശ്വാസം അവന്റെ അകത്ത് വളർന്നു. അവൻ വിശ്വാസം പ്രാപിപ്പാൻ, അവൻ സൗഖ്യം പ്രാപിപ്പാൻ വിശ്വാസമുണ്ടെന്ന് കണ്ടപ്പോൾ പൗലോച്ചൻ ഒറ്റ പ്രഖ്യാപനമാണ്, എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് മടന്നു. അടുത്ത വാക്കവിടെ ഇരിക്കുന്നത്, പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടു. പുരുഷാരം കണ്ടത് പൗലോസ് ചെയ്തതാണ്. ദൈവം കണ്ടത് അവന്റെ അകത്ത് വളർന്ന വിശ്വാസമാണ്. നിങ്ങൾ എന്നെ കൂടിയുണ്ടോ? പുരുഷാരം കണ്ടത് പൗലോസ് ചെയ്തതാണ്. പക്ഷെ അവൻ സൗഖ്യം പ്രാപിക്കാൻ കാരണം പൗലോസൻ ചെയ്തതല്ല. അവൻ സൗഖ്യം പ്രാപിക്കാൻ കാരണം അവന്റെ അകത്ത് വന്ന വിശ്വാസമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേരകത്ത് ഇങ്ങനൊരു വിശ്വാസത്തിന്റെ വർധന ഉണ്ടാകുന്നുണ്ട്? കഴിഞ്ഞ 3-3.5 വർഷമായി പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരമായി തിരുവചനത്തിന്റെ മുമ്പിലിരുത്തി പുതിയ വെളിപ്പാടുകളുമായി പഠിപ്പിക്കുന്നവർ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന് ഈ ആഴമായ ദൈവപ്രവർത്തികൾ തുറക്കാനാണ്. ഇന്ന് നമ്മൾ ലാസ്റ്റ് കണ്ട വാക്യം, അവനുള്ളത് മുടന്താണ്, അവന്റെ സാഹചര്യം മുടന്താണ്, അവളുടെ സാഹചര്യം രക്തസ്രാവമാർ. എന്താ നിങ്ങളുടെ സാഹചര്യം? ഞാൻ മുടമ്പന്റെ കഥ പറയാനല്ല ഇന്ന് രാത്രി പ്രസംഗിച്ചത്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ ചരിത്രം പറയാനല്ല ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോ. ഞാൻ പകൽ മൊത്തം ഉച്ച കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞ് ഓടിക്കതച്ച് ഇവിടെ വന്നിരുന്ന് പറയാൻ വേണ്ടി വന്നപ്പോ, രക്തസ്രാവമാണെങ്കിലും മുടന്താണെങ്കിലും അകത്ത് വളരുന്നത് വചനത്താൽ ഉള്ള വിശ്വാസമാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ സാഹചര്യം പൊളിയും. മുടന്തിനെ പൊളിക്കുന്നവനുണ്ട്. ഒന്ന് കരമടിച്ച് നന്ദി പറഞ്ഞത് പ്രഖ്യാപിക്കാമെങ്കിൽ പ്രഖ്യാപിച്ചോ. ഒന്ന് കരമടിച്ചത് പ്രഖ്യാപിക്കാമെങ്കിൽ പ്രഖ്യാപിച്ചോ. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർ, ഓഫ് ചെയ്തിരിക്കുന്നവർ 2-3 മിനിറ്റ് കഴിയുമെങ്കിൽ ധൈര്യത്തോടെ പ്രഖ്യാപിക്കാം, മുടന്തിനെ പൊളിക്കുന്നതാണ് വിശ്വാസം, രക്തസ്രാവത്തെ പൊളിക്കുന്നതാണ് വിശ്വാസം, മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്നതാണ് വിശ്വാസം. അത് ഹൃദയത്തിനകത്ത് ആ വചനത്താൽ തുടങ്ങി, അത് ആത്മാവിനാൽ വളർന്ന് പിന്നെ യേശുവിനെ പോലെയാക്കി, ദ സ്പിരിറ്റ് റിലം ഓപ്പൺ ആക്കി, ദ ഫെയ്ത്ത് റിലം ഓപ്പൺ ആക്കി ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ദൈവം ഒരു മിറക്കിൾ മിനിസ്റ്റർ ആക്കാൻ പോകുന്നു. ദൈവം ഉണർവിന്റെ വക്താവാക്കി മാറ്റാൻ പോകുന്നു. പട്ടണങ്ങളും രാജ്യങ്ങളും അറിയുമാറ് ദൈവപ്രവർത്തിക്കായി ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കുന്ന സീസൺ സമാഗതമായിരിക്കുകയാണ്. ഇന്ന് രാത്രി മുഖ്യ അവിശ്വാസത്തിന്റെ വാക്കുകൾ മിണ്ടരുത്. 1-2 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. അതെ, മുടമ്പിനെ കുറിച്ച് മിണ്ടുന്നത് ഇന്ന് രാത്രി നിർത്ത്. രക്തസ്രാവത്തെ കുറിച്ചുള്ള വാക്കുകൾ ഇന്ന് രാത്രി നിർത്ത്. ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ വിടുതൽ പ്രാപിക്കും, ഞാനൊരു അത്ഭുതമായി മാറും, എന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറും. പ്രാർത്ഥിച്ചോ. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ നിങ്ങളിൽ അത് വെളിപ്പെട്ടു വരും. എഴുന്നേറ്റ് നടക്കുക, എഴുന്നേറ്റ് ആ തലത്തിലേക്ക് എൻട്രാകുക.
വൈഡപ്രവണമന പരിശുദ്ധാത്മാവ് ചിലരെ ആ തലത്തിലേക്ക് ഇന്ന് രാത്രി കരം പിടിച്ചുയർത്തുക. ആ ജീവൻ തുറക്കുന്നു. ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ തലമുറയും നശിക്കാനുള്ളവല്ല, തകരാനുള്ളവല്ല, വലയാനുള്ളവല്ല. ഇന്ന് രാത്രി ദൈവത്തിന് പറ, കർത്താവേ എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ, എന്റെ നിരാശകളെ ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കാം. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല, പക്ഷേ സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ഇത് കണ്ടിന്യൂ ചെയ്യാം. നാളെ പകൽ നമുക്ക് 10 ക്ലാസ് ഉണ്ടല്ലോ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ രാത്രി നമുക്ക് യുകെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു വാക്ക് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. നിങ്ങൾ അതിന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിമിത്തം നിരാശയുടെയോ വിഷമത്തിൻ്റെയോ ഭാരത്തിന്റെ, എന്നാൽ എനിക്ക് ഇങ്ങനെ വന്നില്ലേ, എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയേ, എവിടെയെങ്കിലും ഒരു വിഷമം വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് അതൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ഏതിന്റെ നടുവിലും ഇന്ന് രാവിലെ ഇന്ന് രാത്രി ഏതിന്റെ നടുവിലും എനിക്ക് ആശ്രയിക്കാനും വിശ്വസിക്കാനും ഒരാളുണ്ട്. അത് തീച്ചൂളയാണെങ്കിലും സിംഹഗുഹയാണെങ്കിലും ഒട്ടക്കുഴിയാണെങ്കിലും കാരാഗ്രഹമാണെങ്കിലും കാടാണെങ്കിലും ഇളകി മറിയുന്ന കടൽ തിരമാലകളുടെ നടുവിൽ മുങ്ങാൻ തുടങ്ങുന്ന വഞ്ചിയാണെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ ഒരാളുണ്ട്, എനിക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട്. അതെന്റെ ഭാര്യയല്ല, അതെന്റെ ഭർത്താവല്ല, അതെന്റെ പാസ്റ്ററല്ല, അതൊരു പ്രവാചകനല്ല, അതെന്റെ അപ്പനാണ്, എന്റെ സ്വർഗീയ പിതാവാണ്. ഇവരെല്ലാം മനുഷ്യരാണ്. ഞാൻ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ടവരെല്ലാം മനുഷ്യരാണ്. അവരെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ മാറിപ്പോകും. എന്നാൽ എനിക്ക് ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും കരുത്തുള്ള ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എനിക്കെന്തോ ദൈവാത്മാവ് ചിലരുടെ ഹൃദയത്തെ ഇന്ന് രാത്രി ആഴമായി സ്പർശിക്കുന്നു കേട്ടോ. ചില ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്നു കേട്ടോ. ഹൃദയത്തിനകത്ത് കത്തിയില്ലാതെ ഹൃദയത്തിനകത്ത് ഒരു ഓപ്പറേഷൻ ദൈവാത്മാവ് ചെയ്യുന്നു. പല വിഷമങ്ങളും പല ഭാരങ്ങളും ഏറിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടും ഏറിയ വ്യക്തികൾ പ്രാർത്ഥിച്ചിട്ടും ഏറിയ നിലയിൽ ദൈവശബ്ദം കേട്ടിട്ടും അവനൊന്നും ഒരു പരിഹാരമാകാത്തതിനാൽ നീറുന്ന ഹൃദയം. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രൊഫറ്റിക് തലത്തിലേക്ക് പോകാനുള്ള 1% പോലും മനോഭാവത്തിലല്ല ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ എന്തോ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു പ്രവാചക ശബ്ദമായിട്ട് ഇന്ന് രാത്രി ചിലരോട് ഇപ്പോൾ സംസാരിക്കുകയാണ്. ഹൃദയത്തിനകത്ത് പ്രാർത്ഥനകളുടെ മറുപടികളും അവസ്ഥകൾക്കുള്ള പരിഹാരവും കാണാത്തതിനാൽ ഉടഞ്ഞ് വലഞ്ഞ് തകർന്ന് തളർന്ന് ദൈവത്തിലുള്ള ഉറപ്പ് നിമിത്തം അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കഴിയാതെ ഞെരങ്ങുന്ന ചിലരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അവരോട് ഹൃദ്യമായി സംസാരിക്കുകയാണ്. ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തൊടുകയാണ്. ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തൊടുകയാണ്.